യേശു ആരാന്ന് എല്ലാവരും അറിയും. എൻ്റെ കുറവ് കണ്ട് അപ്പുറത്തെ മരത്തേന്ന് ഒരു വടി വെട്ടിയിട്ട് എന്നെ 4 തല്ല് തല്ലുന്ന ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് ദൈവത്തെയാ പ്രസംഗിക്കുക. എൻ്റെ കുറവ് കണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിതത്തിൽ വരുന്ന ദൈവത്തെയാ ഞാൻ പ്രസംഗിക്കുന്നത്. യേശു ആരാണ്? നിങ്ങളുടെ ഒരു കുറവ് കണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരാളല്ല ദൈവം. നമ്മുടെ ഒരു കുറവ് കണ്ടിട്ട് അകന്നുപോയ എത്ര പേര് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അനുഗ്രഹമുള്ള ഒരു സ്ഥലത്താണ് ദൈവനിശ്ചയപ്രകാരം നാം വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകുന്ന ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്. ഓരോരുത്തരും പ്രതീക്ഷയോടെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. അനുഗ്രഹം അനുഭവിക്കാൻ ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകൾ, നമുക്കാവശ്യമായ സകല നന്മകളും ദൈവത്തിൻ്റെ വചനത്തിനകത്തുണ്ട്. അതനുഭവിക്കാൻ ദൈവം പേര് ചൊല്ലി വിളിച്ചു കൊണ്ടുവന്നവരാണ് നമ്മൾ ഓരോരുത്തരും. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ എല്ലാത്തിനും മതിയായവനാണ്. നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഏതായാലും അനുഗ്രഹം കിട്ടുന്നൊരു സ്ഥലത്താണ് ദൈവം നിങ്ങളെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളെ മനസ്സിൽ ഓർക്കുമ്പം ഈ കാര്യങ്ങളിൽ കൂടി ഒന്ന് ഓർക്കുക. ഞാനിവിടെ വന്നത്, അല്ല എൻ്റെ കുടുംബം ഇവിടെ വന്നത് ദൈവം വിളിച്ചത് കൊണ്ടാണ്. ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ചത് കൊണ്ടാണ് ഈ ദിവസം എനിക്കിവിടെ വരാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഈ വചനം എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. 2, നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം, ഈ അൾത്താര, ഇത് ദൈവസ്നേഹത്തെക്കുറിച്ച് മാത്രം ഇന്നുവരെയും പ്രസംഗിച്ച ഒരൾത്താരയാണ്. ശാപത്തെക്കുറിച്ചോ തകർന്നു പോകുമെന്നോ നശിച്ചു പോകുമെന്നോ നീ രക്ഷപ്പെടത്തില്ലെന്നോ എന്നൊന്നും പ്രസംഗിച്ച സ്ഥലമല്ല ഇത്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും മാത്രം ഈ നാളുകൾ വരെ പ്രസംഗിച്ച ഒരു സ്ഥലമാണ് ഇത്. ഏൽപ്പിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അളവറ്റ കാരുണ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചും പ്രസംഗിക്കുക. അതിലൂടെ അനേകർ ദൈവസ്നേഹം അനുഭവിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ദൈവസ്നേഹം അനുഭവിച്ച് ചിലരുടെ മനസ്സിനകത്തുള്ള ഭയം മാറിപ്പോകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ദൈവസ്നേഹം അനുഭവിച്ച് അവർ മദ്യപാനത്തിൽ നിന്ന് മാറിയത്, ചില തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞത് ദൈവസ്നേഹം അനുഭവിച്ചിട്ട്. ദൈവസ്നേഹം ഒരാൾ അനുഭവിക്കുമ്പോഴുണ്ടല്ലോ, ജീവിക്കാനുള്ളൊരു ശക്തി കൂടിയാണ് ദൈവം ഒരാൾക്ക് കൊടുക്കുന്നത്. മുന്നോട്ട് ജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ദൈവം ഈ ദിവസം നൽകുന്നത് മുന്നോട്ട് ജീവിക്കാനുള്ളൊരു ശക്തിയാണ്. മുന്നോട്ട് ജീവിക്കാനുള്ള ശക്തി. ദൈവസ്നേഹം ഉറപ്പ് നൽകുന്നൊരു കാര്യമുണ്ട്. ഈ ദൈവം ഒരു കാര്യത്തിലും ഒരു വിധത്തിലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇത് ദൈവസ്നേഹം നൽകുന്ന ഉറപ്പാണ്. ഹല്ലേലൂയ. കണ്ണുകളൊക്കെ നടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ പാട്ട് പാടുവാൻ ആഗ്രഹമുണ്ട്. യേശു നല്ലവൻ,
അവൻ വല്ലഭൻ, അവൻ എന്നെന്നും മതിയായവൻ. നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കേൾക്കുക. ദൈവസ്നേഹം നമുക്ക് ഉറപ്പ് നൽകുന്നൊരു കാര്യമാണ്. ദൈവം നിന്നെ ഒരു കാലത്തും ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മനുഷ്യനെ ഉപേക്ഷിക്കും. ചെറിയ കാര്യം മതി. ഒന്ന് ചിരിച്ചില്ലെന്നായിരിക്കും, ഒന്ന് പറഞ്ഞില്ലെന്നായിരിക്കും. ഇനി തൊട്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നില്ല, ഇനി ആ ശുശ്രൂഷ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ആ ബന്ധം ഞാൻ ഉപേക്ഷിക്കുവാണ്. എന്തുവാ കാരണം ചോദിക്കുമ്പോഴാണ് അത് ചെറിയൊരു ഈ ചെറിയ കാര്യത്തിലാണോ നിങ്ങളിങ്ങനെ വലിയ തീരുമാനമെടുക്കുന്നത്? മനുഷ്യൻ പെട്ടെന്നൊരാളെ മറക്കും, പെട്ടെന്നൊരാളെ ഉപേക്ഷിക്കും, പെട്ടെന്നൊരാളെ വേണ്ടെന്ന് വയ്ക്കും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അതൊരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ മറക്കുകയോ ചെയ്യുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്. ഹല്ലേലൂയ. ആ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഈ പാട്ടിൻ്റെ വരികളൊന്ന് ശ്രദ്ധയോടെ ഒന്ന് ചേർന്ന് പാടിയേ. യേശു നല്ലവൻ, പിന്നെയോ അവൻ വല്ലഭൻ, അവൻ്റെയോ അവൻ ദയയോ എന്നുമുള്ളത്. ചേർന്ന് പാടുമോ? യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. എല്ലാവരും ചേർന്ന് പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. കരമുയർത്തി ഹല്ലേലൂയ വിശ്വസിച്ച് ഹല്ലേലൂയ ദൈവനാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമൻ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയോ. എല്ലാ അധരങ്ങളും ചേർന്ന് പാടുമോ? എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയോ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ. ശബ്ദമുയർത്തി ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠൻ. ആ കരമുയർത്തി പിടിച്ചു പാടുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും എന്നെ. രണ്ടു കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുമെന്ന് മാത്രമല്ല, ആ അത്ഭുതം എനിക്ക് അനുഭവിക്കാൻ കൂടി കഴിയും. ദൈവത്തിൻ്റെ അത്ഭുതം എനിക്ക് അനുഭവിക്കാൻ കഴിയട്ടെ.
ദൈവം നൽകുന്ന മറുപടി എനിക്ക് കേൾക്കുവാനും ദൈവം നൽകുന്ന വഴികൾ എനിക്ക് കാണുവാനും ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അധരങ്ങളും തുറന്ന് ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ 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 ചേർന്ന് ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും ശക്തിയും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. കരങ്ങളെ താഴ്ത്തി നിങ്ങൾ ഏതു കാര്യമാണോ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നത് ആ വിഷയം നിങ്ങൾക്കൊരനുഗ്രഹമായിട്ട് മാറും. വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കേൾക്കാൻ മാത്രമല്ല, കാണാൻ മാത്രമല്ല, അത് അനുഭവിക്കാൻ, ആ അനുഗ്രഹം അനുഭവിക്കാൻ ഇന്ന് ഈ വചനത്തിലൂടെയും ശുശ്രൂഷകളിലൂടെയും എല്ലാം എനിക്ക് പറ്റണം. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നാം ഓരോരുത്തരും. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് നമുക്കിരിക്കാം. ഹല്ലേലൂയ. ഈ മാസത്തിൻ്റെ ഈ വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ദൈവവചനം കേൾക്കാൻ ദൈവം നൽകിയ നല്ല സമയത്തിനും അവസരത്തിനും നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരും ഈ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനുമാണ് ആഗ്രഹത്തോടെ, കൊതിയുള്ളൊരു മനസ്സോടെ, പ്രതീക്ഷയോടെ ഇവിടെ വരുന്നത്. ആയതിനാൽ വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടെ എല്ലാ ഭാഗത്തും ഇരിക്കുന്നവരെ കാണുകയും പ്രാർത്ഥിക്കുകയും ദൈവനാമത്തിൽ നിങ്ങളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളൊന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ പറയുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട്. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വെള്ളം കുടിക്കണം, നല്ല വായു ശ്വസിക്കണമെന്നൊക്കെ പറയും. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാ ദൈവത്തിൽ നിന്നുള്ള നല്ല അനുഗ്രഹവും വേണം. നല്ല ഭക്ഷണം മാത്രം പോരാ, നല്ല വീട് മാത്രം പോരാ, നല്ല കാറ് പോരാ, നല്ല വായു മാത്രം പോരാ. ദൈവത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് കിട്ടുന്ന നല്ല അനുഗ്രഹങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള നല്ല അനുഗ്രഹങ്ങളെ അനുഭവിക്കുന്ന സമയമാണ്. എന്നോട് ഇവിടെ പ്രാർത്ഥിച്ച് നല്ലപോലെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരാൾ പറഞ്ഞ വാക്കിങ്ങനെയാണ്: എൻ്റെ വിജയം ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. എൻ്റെ വിജയം, ഇവിടെ ഇനി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിജയം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാകട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്നതിലൂടെ ആകട്ടെ. നിങ്ങളും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി പറയാനിടയാകട്ടെ, ഈ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവുണ്ടായത്, ഇങ്ങനെ ഒന്ന് കയറി വരാൻ കഴിഞ്ഞത്. ഒരുപാട് പേർ അനുഗ്രഹം അനുഭവിച്ച ഒരു സ്ഥലത്താണ് നിങ്ങളും ഇരിക്കുന്നത്, നിങ്ങളും കേൾക്കുന്നത്. കാരണം പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ഈ സ്ഥലത്ത് ഞാൻ ശാപത്തെക്കുറിച്ചോ ബന്ധനത്തെക്കുറിച്ചോ ഞാൻ പ്രസംഗിച്ചിട്ടേയില്ല. ഞാൻ പ്രസംഗിച്ചത് മുഴുവൻ
ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ്. ഇവിടെ നിന്ന് മൈക്കെടുത്ത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ രക്ഷപ്പെടിയേല, നിങ്ങളുടെ ജീവിതത്തിൽ ശാപമാണ്, നിങ്ങൾക്ക് ബന്ധനത്തിലാണ്. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കുന്ന ഒന്ന് ഈ മൈക്കെടുത്ത് ദൈവകൃപയിൽ പ്രസംഗിച്ചിട്ടില്ല. എപ്പോഴും ആഗ്രഹിക്കാറുള്ളൊരു കാര്യമുണ്ട്, ഇവിടെ വരുന്നവരെ വേദനിപ്പിക്കുന്നതൊന്നും അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിക്കാനോ പാടാനോ ഇടയാകരുത്. കാരണം ഇവിടെ വരുന്ന പല മനുഷ്യരും പല വേദനകളുമായിട്ടാണ് വരുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരടി കൂടെ കൊടുത്ത് കുറച്ചുകൂടെ വേദനിപ്പിച്ച് വിടാനല്ല എൻ്റെ ഉത്തരവാദിത്വം. ആ വേദനയിൽ അവർക്കൊരാശ്വാസമാകാനാണ്, അവർക്കൊരു സൗഖ്യമാകാനാണ്. ഞാനെപ്പോഴും ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കൊരനുഗ്രഹം ഉണ്ടാകണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് തന്നെയാണ്. കാരണം ദൈവസ്നേഹത്തിൽ നിന്നാണ് ഒരുപാട് പേർ ദൈവത്തിലേക്ക് വന്നത്. ഒരു സഹോദരൻ, അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥന, ധ്യാനം, ശുശ്രൂഷ ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. നോർമലായി സാധാരണ പോലെ ചിന്തിക്കുന്ന ആളാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്ന ആളാണ്. ഇങ്ങനെ ആരാധിക്കേണ്ട, ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട, ഇങ്ങനെ ബഹളം, ഒച്ച, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് ചിന്തിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകളെ വിമർശിക്കുന്ന ഒരാളാണ്. യാദൃശ്ചികമായി കണ്ടപ്പോൾ, കുറച്ചു നേരം സംസാരിച്ചപ്പോൾ, ഇങ്ങനെ കൈ കൊടുത്ത് പറയേണ്ട ഒരു സാഹചര്യം വന്നപ്പം ഒരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് അറിയാതെ വന്നു. അറിഞ്ഞുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത് പറഞ്ഞതല്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒത്തിരി ഉള്ള ഒരാളാകട്ടോ, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു. അയാളുടെ കണ്ണ് നിറഞ്ഞു. ഒറ്റ വാക്കിൽ. ഞാൻ അവിടെ വേറെ ഒന്നും പറഞ്ഞില്ല. നാളെ നിങ്ങൾക്ക് നല്ല കാര്യം ഉണ്ടാകും, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ദൈവത്തിൻ്റെ ഒരു സ്നേഹം നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ആ പറയാനെടുത്ത സമയത്തിനുള്ളിൽ ആ മനുഷ്യൻ്റെ 2 കണ്ണും പെട്ടെന്ന് നിറഞ്ഞു. ഞാൻ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവരുടെ വീട്ടിലുള്ള ചിലർ പറഞ്ഞു, പിന്നീട് ഒരിക്കലും വിചാരിച്ചില്ല ഈ മനുഷ്യൻ ഇങ്ങനെ മാറുമെന്ന്. വിചാരിക്കാത്ത വിധത്തിൽ ആ മനുഷ്യൻ്റെ സ്വഭാവം, പെരുമാറ്റം, പറച്ചിൽ, എല്ലാത്തിനും ഒരു മാറ്റം. ഒരു കൈവെപ്പ് ശുശ്രൂഷ നടന്നില്ല. ഒറ്റ വാക്ക്, ആ പറഞ്ഞ വാക്ക് ദൈവത്തിൻ്റെ ഒരു സ്നേഹം നിങ്ങൾക്കുണ്ടെന്നാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ് മുന്നോട്ട് ജീവിക്കാനുള്ള ശക്തി എനിക്കും നിങ്ങൾക്കും തന്നുകൊണ്ടിരിക്കുന്നത്. ആരെയും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ ഡ്യൂട്ടി അല്ല. എൻ്റെ ഉത്തരവാദിത്വം ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പല മനുഷ്യരും ദൈവത്തിലേക്ക് താനെ അടുത്തു വരും. അതാ വ്യക്തിക്ക് മറക്കാനാകാത്ത അനുഭവങ്ങളും സമ്മാനിക്കും. കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ് ഏറ്റവും വലുത്. നമ്മളൊക്കെ ഇന്നിവിടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു വീടാണ്. ഒരു കുടുംബ പ്രാർത്ഥന പോലെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലവുമാണ്. അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാനൊരു ആമുഖമായൊരു വാക്ക് പറയുകയാണ്. ഇന്ന് വചനം പറയുന്നതിന് മുമ്പ്, മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതും ദൈവം തിരഞ്ഞെടുക്കുന്നതും വ്യത്യാസമുണ്ട്. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതും ദൈവം തിരഞ്ഞെടുക്കുന്നതും ഇച്ചിരി വ്യത്യാസമുണ്ട്. മനുഷ്യൻ തിരഞ്ഞെടുത്ത ആളാണ് ഗോലിയാത്ത്. എല്ലാ കഴിവുമുണ്ട് പുള്ളിക്ക്. ശരീരമുണ്ട്, യുദ്ധം ചെയ്യാനറിയാം, കഴിവുണ്ട്, ശക്തിയുണ്ട്, ആൾബലമുണ്ട്, ഒരു രാജ്യത്തിൻ്റെ സപ്പോർട്ട് മുഴുവനുണ്ട്. അതാര് തിരഞ്ഞെടുത്തതാ? മനുഷ്യൻ തിരഞ്ഞെടുത്തതാ. ഇപ്പുറത്ത് ദൈവം തിരഞ്ഞെടുത്ത ഒരാളുണ്ട്. ഈ പറയത്തക്ക ഒന്നുമില്ല, ശരീരമില്ല, പട്ടാളത്തിൽ ചേർന്നിട്ടില്ല, സഹോദരന്മാരെല്ലാം രാജ്യത്തിൻ്റെ പട്ടാളത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമാണ്. ദാവീദ്
ആട് മേയ്ക്കുന്ന ആളാണ്, ഒരു പട്ടാളക്കാരൻ പോലുമല്ല. അത് ദൈവം തിരഞ്ഞെടുത്ത ഒരാളാണ്. കയ്യിൽ പടച്ചട്ടയോ ആയുധങ്ങളോ ഇല്ല. തോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് 5 കല്ലേ ഉള്ളൂ, ഒരു കവിണയേ ഉള്ളൂ. മനുഷ്യൻ തിരഞ്ഞെടുത്തവനിൽ എല്ലാം ഉണ്ട്. ആയുധമുണ്ട്, ആൾബലമുണ്ട്, എല്ലാ സെക്യൂരിറ്റിയും ഉണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ദാവീദിനോ ദൈവം തിരഞ്ഞെടുത്തവൻ ഈ പറയത്തൊക്കെ ഒന്നുമില്ല. ജയിച്ചതാരാ? മനുഷ്യൻ തിരഞ്ഞെടുത്ത് മുന്നിൽ നിർത്തിയവനല്ല ജയിച്ചത്, ദൈവം തിരഞ്ഞെടുത്ത് മുന്നിൽ നിർത്തിയവനാ ഒരു വിജയം കൊണ്ടുവന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ, ഇത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ഇത് മനുഷ്യൻ തിരഞ്ഞെടുത്ത സ്ഥലമല്ല. ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കി ഇത് ബുദ്ധി കൊണ്ടൊരു ധ്യാന കേന്ദ്രമാക്കി മാറ്റിയതല്ല. ഇത് ദൈവം തിരഞ്ഞെടുത്തൊരു ശുശ്രൂഷ നടക്കുന്നൊരു സ്ഥലമാക്കി മാറ്റിയതാണ്. അപ്പോൾ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നേക്കാൾ അനുഗ്രഹമാണ് ദൈവം തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികളും, ഓരോ സ്ഥലങ്ങളും, ഓരോ ശുശ്രൂഷകളും. അതെല്ലാം ഒരു വിജയമായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന, ചിലരെങ്കിലും കാണുന്ന ഡെയിലി ബ്ലെസ്സിങ് എന്ന പേരും ആ ശുശ്രൂഷയും ആ സമയവും ഇവിടെയുള്ള ആരുടെയും ബുദ്ധിയിലുണ്ടായ ഒന്നല്ല, അത് ദൈവം തിരഞ്ഞെടുത്തതാണ്. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലം, ഈ സമയം, ഇത് ദൈവം തിരഞ്ഞെടുത്തതാണ്. ഇതിനേക്കാൾ നല്ല സ്ഥലങ്ങളുണ്ട്, ഇതിനേക്കാൾ തലയെടുപ്പുള്ള സ്ഥലമുണ്ട്, എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന സ്ഥലമുണ്ട്, എന്നേക്കാൾ നന്നായി പ്രസംഗിക്കുന്നവരുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ഒരു സൈഡിലുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ അനുഗ്രഹമാണ് ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലവും ദൈവം തിരഞ്ഞെടുക്കുന്ന ശുശ്രൂഷകളും. അത് അത്ഭുതമായി മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇത് ദൈവം തിരഞ്ഞെടുത്തൊരു ശുശ്രൂഷയാണ്. ഇത് ദൈവത്തിൻ്റെയാണ്. ഇത് ദൈവീകമായൊരു കാര്യമാണ്. ഈ സ്ഥലത്ത് ഇതൊരു കല്യാണ മണ്ഡപമല്ല എന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ച ദിവസം ധ്യാനം നടക്കുന്നു, തിങ്കളാഴ്ച ദിവസം ഇവിടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നു, മറ്റു പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നു, വെള്ളിയാഴ്ച വീണ്ടും ധ്യാനം നടക്കുന്നു. ഒരു സ്ഥലമല്ല. ഇവിടെ ഒറ്റ കാര്യമേ ഇന്ന് വരെ നടന്നിട്ടുള്ളൂ, ദൈവ ശുശ്രൂഷ, ദൈവത്തിൻ്റെ വചനം. വേറെ പ്രോഗ്രാമുകളോ ഡാൻസോ പാട്ടോ കല്യാണ മണ്ഡപങ്ങളോ ഗാനമേളയോ മറ്റൊരു പ്രോഗ്രാമും ഈ സ്ഥലത്ത് നടന്നിട്ടില്ല. ഇത് ദൈവത്തിനുള്ള ആരാധനകളും പ്രാർത്ഥനകളും സ്തുതിയും മാത്രം നടന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം എന്നും ഞാൻ ഓർക്കും. ഈ വചനം എന്നറിയാമോ? ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ കാതും സദാസമയവും ജാഗരൂകതയോടെ ഇരിക്കും. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥന എന്തൊക്കെയാ? ദൈവമേ, ഒരു നല്ല ജോലി കിട്ടാൻ ഇടയാകണേ. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയാണ്. എൻ്റെ പിള്ളേരുടെ വിവാഹം നല്ല രീതിയിൽ നടക്കണമേ. ഇവിടെ നിന്ന് ഉയരുന്നൊരു പ്രാർത്ഥനയാണ്. എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറ്റണമേ. എൻ്റെ കുഞ്ഞിന് ഇന്ന രാജ്യത്ത് PR ഒന്ന് കിട്ടാൻ ഇടയാകണമേ. ആ ജപ്തിയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഈ രോഗം ഒന്ന് സൗഖ്യമാകണമേ. ആ വ്യക്തിക്കൊരു മാനസാന്തരം കൊടുക്കണമേ. എൻ്റെ മകൻ എൻ്റെ ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറണമേ. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടായിരിക്കുന്നത്. ആയിരക്കണക്കിന്. അതിന് പറ്റിയൊരു വചനമാ. ഇവിടെ നിന്ന് പറഞ്ഞ് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ കാതും സദാസമയം ജാഗരൂകതയോടെ ഇരിക്കും. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഇനി ആ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ മറന്നു പോകല്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടും ഇരുന്നോണം. കാരണം ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ കണ്ണും കാതും ഫോക്കസ് ചെയ്യുന്ന സമയമാണ്.
ക്യാമറ ഫോക്കസ് ചെയ്ത് വെക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കണ്ണ് ദൈവം തിരഞ്ഞെടുത്ത ഈ സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്തായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കാത് ഈ നമ്മുടെ ആലയത്തിൽ ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ തിരിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ ഹൃദയം നുറുകി വിളിക്കുന്ന, മനസ്സുവേദനയോടെ വിളിക്കുന്ന ഓരോ പ്രാർത്ഥന പോലും തള്ളിക്കളയുകയില്ല. കാരണം ബൈബിൾ നമുക്ക് ഉറപ്പ് നൽകുന്നു, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ, ഞാനത് പറയുമ്പോൾ അനുഗ്രഹയിൽ നിന്ന് ഉയരുന്ന, അനുഗ്രഹയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ, നിയോഗ പ്രാർത്ഥനയ്ക്കു നേരെ, ഡെയിലി ബ്ലെസ്സിങ്ങിനു നേരെ, ശുശ്രൂഷകൾക്കു നേരെ ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ കാതും സദാ ജാഗരൂകതയോടെ ഇരിക്കും. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ദൈവവചനം നിങ്ങളോട് പ്രസംഗിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 8 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. 6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ ഹെഡിങ്ങോടുകൂടെ വായിക്കണം. ഇത് സംഭവം എവിടെയാണ് നടക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണ് നടന്നത് എന്നെല്ലാം ഒന്ന് വായിച്ച് ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. വാക്യം ഹെഡിങ് വായിച്ചേ. ബഥാനിയയിലെ തൈലാഭിഷേകം. ബഥാനിയ എന്ന സ്ഥലം, ബഥാനിയയിലെ തൈലാഭിഷേകം. ഹല്ലേലൂയ. ഇനി 6-ാമത്തെ വാക്യം വായിക്കുകയാണ്. യേശു ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ. എന്തിനാണ് അവിടെ ആ വാക്ക് എഴുതി വച്ചത്? ഇങ്ങനെ എഴുതിയാൽ പോരെ, യേശു ബഥാനിയയിൽ ശിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവിടെ ശിമയോന്റെ പ്രത്യേകത എഴുതിയിട്ടുണ്ട്. ആൾക്കൊരു രോഗമുള്ള ആളാണ്. യേശു ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ ഒരാളെ കുറിച്ച് എഴുതിയിരിക്കുക. കുഷ്ഠരോഗിയായ ശിമയോൻ. ഈ കുഷ്ഠരോഗിയെ അന്നത്തെ കാലത്ത് ഒരാൾ കണ്ടാൽ തന്നെ പ്രശ്നമാണ്. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു രൂപമാണ് കുഷ്ഠരോഗിയുടെ രൂപം. ദുർഗന്ധമുള്ള ശരീരമാണ്. അവരുടെ കാണുന്നത് തന്നെ പലർക്കും അറപ്പാണ്. കുഷ്ഠരോഗി ഇങ്ങനെ ഒരു വഴിയെ വരുവാണെങ്കിൽ ആളുകൾ അപ്പുറത്തെ വഴിയിൽ കൂടെ പോകും. അന്ന കാലത്ത് കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ ആര് ഫുഡ് കഴിക്കാൻ പോയി? യേശു. നമ്മൾ ആരാണേലും പോകത്തില്ല. കുഷ്ഠരോഗം അന്നത്തെ കാലത്ത് ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. കുഷ്ഠരോഗിയായ ഒരാളുടെ ശരീരത്ത് നല്ല മണമല്ല, ചീഞ്ഞ മണമാണ്. കുഷ്ഠരോഗിയായ ഈ ഒരു വ്യക്തിയുടെ ശരീരം ദുർഗന്ധമാണ്. സ്പ്രേയുടെയോ അത്തറിൻ്റെയോ ഒന്നും സ്മെല്ലല്ല. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഓർക്കണം, യേശു കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ ഇരുന്നു. അങ്ങനെങ്കിൽ യേശു ആരാണ്? നിങ്ങളുടെ ഒരു കുറവ് കണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരാളല്ല ദൈവം. നമ്മുടെ ഒരു കുറവ് കണ്ടിട്ട് അകന്നുപോയ എത്ര പേര് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാ കൂട്ടായിരുന്നു, എന്നാ സ്നേഹമായിരുന്നു. പക്ഷെ ഒരു കുഞ്ഞ് കുറവുണ്ടായപ്പം അന്നേരെ നമ്പറും ബ്ലോക്കാക്കി. ഇപ്പോൾ വിളിക്കുവേല, ഇപ്പം കണ്ട ചിരിക്കത്തില്ല, എന്തോ ഒരു മുഖമൊക്കെ വലിയ ഭാവത്തിലാക്കി എന്നെ കാണുമ്പോൾ തന്നെ അപ്പുറത്തേക്ക് തിരിഞ്ഞ് വേഗം പോകും. എന്തോ ഒരു സുഹൃത്താണ്. നമ്മുടെയൊക്കെ ചെറിയ കുറവുകൾ പോലും പലരും ക്ഷമിക്കത്തില്ല. യേശു ആരാന്ന് എല്ലാവരും അറിയാം. എൻ്റെ കുറവ് കണ്ട് അപ്പുറത്തെ മരത്തേന്ന് ഒരു വടി വെട്ടിയിട്ട് എന്നെ 4 തല്ല് തല്ലുന്ന ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ആരാ, ഏത് ദൈവത്തെയാണ് പ്രസംഗിക്കുക? എൻ്റെ കുറവ് കണ്ട്
എൻ്റെ വീട്ടിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിതത്തിൽ വരുന്ന ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കുറവുകളുള്ളവരാണോ? എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും കുറവുകളുള്ളവരാണോ? നിങ്ങളെ ദൈവം എഴുതി തള്ളുകയില്ല. നിങ്ങളെ ആയിരിക്കും, നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും ദൈവം ഇന്ന് സന്ദർശനം നടത്തുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം എൻ്റെ ജീവിതത്തിൽ സന്ദർശിക്കുമെന്ന്. ദൈവം അവിടുത്തെ ഏറ്റവും വലിയ പൈസക്കാരൻ്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു എന്നല്ല എഴുതിയിട്ടുണ്ട്. ശിമയോൻ എന്ന മുതലാളിയുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു, അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം വന്നേന്നല്ല. യേശു ആർക്കും വേണ്ടാത്ത, ആ ദേശത്ത് സകലരും എഴുതിത്തള്ളിയ, ആരും വരാൻ പോലും ഇഷ്ടമില്ലാത്ത, വരാൻ മടിക്കുന്ന കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്ദർശനം ഇന്നുണ്ടാകട്ടെ. എൻ്റെ കുറവുള്ള ജീവിതത്തിൽ, എൻ്റെ കുഴപ്പങ്ങളുള്ള ജീവിതത്തിൽ, അഴുക്കുപറ്റി എൻ്റെ ജീവിതത്തിൽ, ദുർഗന്ധമുള്ള എൻ്റെ ജീവിതത്തിൽ, ദൈവമേ എല്ലാവരാലും ഉപേക്ഷിച്ച എൻ്റെ ജീവിതത്തിൽ, സകലരും വിധി പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ അങ്ങ് സന്ദർശിക്കണമേ. എന്നെ, എൻ്റെ കുടുംബത്തെ ദൈവം സന്ദർശിക്കും. ഹല്ലേലൂയ. ആ വാക്യം എഴുതിയിരിക്കും, ഒന്നും കൂടെ വായിക്കുവാണ്. യേശു ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ, ആ വാക്ക് ഞാൻ ഇങ്ങനെ കുറേ പ്രാവശ്യം ചിന്തിച്ചു. ആ വാക്ക് അവിടെ എഴുതണ്ടായിരുന്നു, പുള്ളിക്കൊരു ക്ഷീണമാവൂലേ? കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുമ്പം 7-ാമത്തെ വാക്യം, വിലയേറിയ സുഗന്ധതൈലം നിറച്ച. ശ്രദ്ധിക്കണം, എവിടുന്നോ കിട്ടുന്ന ലൂക്കിലെ സ്പ്രേയുമായിട്ട് വന്നെന്നല്ല. എവിടെയെങ്കിലും വഴിയിലൊക്കെ വിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ 10 രൂപയുടെ ഒരു കുറച്ച് സ്പ്രേയും അല്ല, എൻ്റെ അതിന് സുഗന്ധതൈലവും മേടിച്ചുകൊണ്ട് വന്നൊന്നല്ല. അവിടെ ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ടുണ്ട്. വിലയേറിയ വിലയുള്ള, നല്ല കാശ് കൊടുത്ത് മേടിച്ച ഒന്ന് എടുത്തുകൊണ്ട് വന്നു. വിലയേറിയ സുഗന്ധ തൈലം, നല്ല സുഗന്ധമുള്ള തൈലം നിറച്ച ഒരു വെൺകൽപാത്രവും. നമ്മുടെയൊക്കെ വീട്ടിലെ സ്പ്രേ ഇരിക്കുന്ന ഏകദേശം ഈ കൈപ്പത്തിയോളം വലിപ്പമുള്ള സ്പ്രേ ഒക്കെ ഉള്ളൂ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ സ്പ്രേയും അത്രയും ഒക്കെ വലിയ കലത്തിനകത്തിരിപ്പുണ്ടാ? ഇല്ല. അത് ചെറിയ ചെറിയ ബോട്ടിലുകളിലായിരിക്കുന്നത്. ഈ സ്ത്രീ ചെറിയ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിലല്ല മേടിച്ചത്, ഒരു കലം നിറച്ച് എന്ത് മേടിച്ചുകൊണ്ട് വന്നു? വിലയേറിയ സുഗന്ധ തൈലം നിറച്ച ഒരു വെൺകൽപാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു. ഒരു സ്ത്രീ അവിടെ വന്നു. എവിടെ വന്നു? കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ വന്നു. ഒരു പാത്രത്തിനകത്ത് നിറച്ച് സുഗന്ധതൈലമാണെങ്കിൽ ആ വീട് മുഴുവൻ പരന്നു തന്നതായിരിക്കും ആ സുഗന്ധം. ഇവിടെയും ദൈവവചനമാകുന്ന സുഗന്ധ തൈലമാണ് നിങ്ങളുടെ ജീവിതത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വെൺകൽ ഭരണിക്കകത്ത് മുഴുവൻ സുഗന്ധ തൈലം എന്നതുപോലെ നിങ്ങൾക്കുള്ള അനുഗ്രഹമാണ് ഈ പുസ്തകത്തിനകത്ത് മുഴുവൻ. അത് നിങ്ങളിലേക്ക് പരക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സുഗന്ധം പോലെ കയറി വരുന്ന ഒരു സമയത്തിലാണ് നിങ്ങളും ഇരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയുമോ? ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. അപ്പോൾ ഒരു വെൺകൽ ഭരണിക്കകത്ത് നിറച്ച് കാശ് കൊടുത്ത് സുഗന്ധ തൈലവും മേടിച്ച് ഒരു സ്ത്രീ ഇതേ കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ വന്നു. അപ്പോൾ യേശു എന്തെടുക്കുമായിരുന്നു? എഴുതിയിട്ടുണ്ട്, അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ, ഫുഡ് കഴിക്കാൻ മേശയുടെ സൈഡിൽ കസേരയിൽ ഇരിക്കുമ്പോൾ അവൾ തൈലം അവന്റെ ശിരസിൽ ഒഴിച്ചു. ആരെങ്കിലും സഹിക്കുമോ ഇത്? ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാത്രത്തിനകത്ത് മുഴുവൻ വെള്ളമെടുത്ത് പുള്ളിയുടെ തലയിൽ ഒഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ചിലപ്പോൾ നല്ല തല്ല് കിട്ടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നല്ല തെറി നമ്മളോട് പറയാൻ ചാൻസ് ഉണ്ട്. എന്ത് സംഭവിക്കുക? ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുറകിൽ വന്ന ഒരാൾ ഒരു കലത്തിനകത്ത്, വേണ്ട ഒരു കപ്പിനകത്ത് ഒരു വെള്ളം എടുത്ത് നമ്മുടെ തലയിൽ ഒഴിച്ചാലോ? നമ്മൾ പ്രതികരിക്കും, നമ്മൾ ദേഷ്യപ്പെടും. ഇവിടെ നോക്ക്, യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആ സ്ത്രീ ഈ തൈലം അവന്റെ ശിരസിൽ ഒഴിച്ചു. കാലയിൽ ഒഴിച്ചു എന്നല്ല, തലയിലോട്ടൊഴിച്ചു. ഇത് കണ്ട ശിഷ്യന്മാർ
കോപത്തോടെ പറഞ്ഞു. ഇത് കണ്ട് യേശുവിന് ദേഷ്യം വന്നു എന്ന് എഴുതിയിട്ടില്ല. ആ വീട്ടിലുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ഭയങ്കര ദേഷ്യം വന്നു. എൻ്റെ പരിപാടിയാ കാണിച്ചേന്ന് ചോദിച്ചു. ഒന്നും കൂടെ വായിക്കുകയാണ്. ഇത് കണ്ട് ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു. കോപത്തോടെ ശ്രദ്ധിക്കണം, വളരെ ദേഷ്യപ്പെട്ട് പറഞ്ഞതിനാന്ന് കേൾക്കണം. എന്തിന് ഈ പാഴ്ചെലവ്? അതിനെക്കുറിച്ച് ചില കാര്യം പറയാനുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞ എന്തിനാ? സഹോദരി ഫുഡ് കഴിച്ച് യേശു ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പം തലയിൽ ഒഴിച്ചോ. ഇപ്പം പുള്ളി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എന്നല്ലേ പറയേണ്ടത്. ഈ ശിഷ്യന്മാർ പറഞ്ഞതെന്നറിയോ? തലയിൽ ഒഴിച്ചതിനൊന്നും പ്രശ്നമില്ല, എന്തിനാ ഇത്രയും പൈസ കളഞ്ഞത്? എന്തിനീ പാഴ്ചെലവ്? വെറുതെ പൈസ കൊണ്ട കളഞ്ഞല്ലോ. ഇതും ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാൻ ഇടവരും. ഈ വയനാട് എന്ന് പറയുന്ന സ്ഥലം ഇത്രയും ദൂരേക്ക് ചിലർ ദൂരെ നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് വരുമ്പോൾ, എല്ലാ ദിവസവും ഈ വണ്ടിക്കാശ് മുടക്കി നിങ്ങൾ എന്തിനാ ഈ പൈസ കളയുന്നത്? എന്നത് അവിടെ പോയാൽ കിട്ടുന്നത്? എന്തിനാ ഈ പാഴ്ചെലവ്? എന്തിനാ പൈസ കളയുന്നത്? ഈ ഇല്ലാത്ത പൈസ മുടക്കി എന്തിനാ പോകുന്നത്? ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനീ പാഴ്ചെലവ്? ഇനി എന്നാ ചെയ്യണമെന്നാ പറഞ്ഞത്? 9-ാമത്തെ വാക്യം, ഈ സുഗന്ധ തൈലം നല്ല വിലയ്ക്ക് വിറ്റ്. എൻ്റെ സഹോദരി, സുഹൃത്തെ, നിനക്ക് ഈ പാത്രത്തിനകത്തുള്ള ഈ സുഗന്ധ തൈലം ദേ അപ്പുറത്ത് മാർക്കറ്റുണ്ട്, അവിടെ കൊണ്ട് വിറ്റാൽ നല്ല കാശ് കിട്ടുമായിരുന്നല്ലോ. എന്നാത്തിനാ ഇത് കൊണ്ട് വെറുതെ നിലത്തൊഴിച്ച് കളഞ്ഞത്? എന്തിനാ ഇത് ഒഴിച്ച് കളഞ്ഞത്? ഇത് നല്ല കാശ് കിട്ടുമായിരുന്നല്ലോ. ഈ കാശ് എടുത്തിട്ട് വല്ല പാവങ്ങൾക്ക് കൊടുത്തുകൂടെ? അതാ എഴുതിയിട്ടുള്ളത്. ഈ സുഗന്ധ തൈലം നല്ല വിലയ്ക്ക് വിറ്റ്, നല്ല പൈസയ്ക്ക് വിൽക്കായിരുന്നല്ലോ. നിങ്ങളോട് ചോദിക്കും, ഈ നാട്ടിൽ ഈ വെള്ളിയാഴ്ച ദിവസം ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തൊക്കെ ജോലികളുണ്ട് വീട്ടിൽ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പിള്ളേരുടെ പരീക്ഷയല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ എന്തിനാ പോകുന്നത്? എന്തിനാ ഈ പാഴ്ചെലവ്? ഇതൊക്കെ നഷ്ടമല്ലേ? ഈ പറമ്പിൽ പണിയെടുത്താൽ 10 കാശുണ്ടാകത്തില്ലേ? ഇന്നെന്തിനാ ജോലി കളഞ്ഞത്? എന്തിനാ ജോലി മാറ്റി വെച്ചത്? എന്തിനീ പാഴ്ചെലവ്? ഇത് പൈസയ്ക്ക് ഇത് വിറ്റേച്ച് ദരിദ്രർക്ക് വല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പാടില്ലേ? ഇത് ചോദിച്ചു, ശിഷ്യന്മാര് ചോദിച്ചു. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. യേശു ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു, എന്തിനു നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു? അപ്പോ യേശു ആ വെൺകൽ ഭരണിക്കകത്ത് നിറച്ചുള്ള സുഗന്ധ തൈലം മേത്തൊഴിച്ചതിൻ്റെ യേശുവിന് ഒരു പരിഭവവും ഇല്ല. യേശു ചോദിച്ചത്, നിങ്ങൾ എന്തിനാ ആ സ്ത്രീയെ വിഷമിപ്പിക്കുന്നത്? അത് യേശുവിന് ഇഷ്ടപ്പെട്ടില്ല. അടുത്തതോ, ഇവൾ എനിക്ക് വേണ്ടി. അതൊരു നല്ല വാക്കാണ്. യേശു പറയുവാണ്, ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഈ സമയം മാറ്റിവെച്ച, വേറെ ജോലി ഇല്ലാഞ്ഞിട്ടോ പണിയില്ലാഞ്ഞിട്ടോ വന്നവരല്ല, ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നവരാണ്. വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, സമയമൊന്നുമില്ല, വെറുതെ ഇരിക്കുന്നുകൊണ്ട് വന്നതല്ല. ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നവരാണ് ഇവിടെ. ഇത് പാഴ്ചെലവല്ല, ഇതിനെ ദൈവം കാണുന്നുണ്ട്. അതാ എഴുതിയിട്ടുള്ളത്, ഈ നമ്മൾ ദൈവത്തിനും ദൈവവചനത്തിനും മുമ്പിൽ ചെലവഴിച്ച ഓരോ മിനിറ്റിനും മനുഷ്യന്റെ കയ്യിൽ പ്രതിഫലമില്ലേലും ദൈവസന്നദ്ധിയിൽ അതിന് പ്രതിഫലമുണ്ട്. വിശ്വസിക്കുന്നു. ശിഷ്യന്മാര് ചോദിച്ചു, എന്തിനായി പൈസയെല്ലാം കൊണ്ട് കളഞ്ഞത്? നിനക്ക് ആ മാർക്കറ്റിൽ കൊണ്ടേ കൊടുത്ത് കാശ് കുറച്ച് ആ പാവം കൊടുത്തുകൂടായിരുന്നോ? വെറുതെ അത് പൊട്ടിച്ച് തലയിലൊഴിച്ച് കളഞ്ഞു. അത്രയും നേരം ആ വീട്ടിൽ എന്തിൻ്റെ മണമായിരുന്നറിയോ? കുഷ്ഠരോഗിയുടെ ശരീരത്തിലെ ചീഞ്ഞ ദുർഗന്ധമുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് പരക്കുന്നത് സുഗന്ധമാണ്. നിങ്ങൾ എവിടെയെങ്കിലും ചീയുന്നുണ്ടോ? എവിടെയെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ചില കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വരുമ്പോൾ അത് ആ ദുർഗന്ധം മാറി അത് സുഗന്ധമായി മാറും. അത്രയും നേരം ആ വീട്ടിൽ കുഷ്ഠരോഗിയുടെ മുറിവിൽ നിന്നുള്ള ചില ദുർഗന്ധമാണ്
പരന്നിരുന്നതെങ്കിൽ ആ നിമിഷം മുതൽ അവിടെ ഒരു സുഗന്ധമുണ്ടാകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ എന്ന ശുശ്രൂഷയോ അല്ലെങ്കിൽ ദൈവവചനവും ഇന്ന് അനേകം വീടുകളിൽ സുഗന്ധ തൈലം പോലെ അത് പരക്കുന്നുണ്ട്. അനേകം ദുർഗന്ധങ്ങളെ അത് മാറ്റുന്നുണ്ട്. അനേകം നിരാശകളെ ദൈവം മാറ്റുന്നുണ്ട്. അനേകം രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത മനസ്സാ ചിന്തിക്കുന്നതിനപ്പുറമായ ദൈവ പ്രവൃത്തികൾ ഇന്നും സംഭവിക്കുന്നുണ്ട്. ഒരു കരമുയർത്തി പറയുമോ ഹല്ലേലൂയാ? ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയാ. ഇനി അടുത്ത ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം. നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തേലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? അത് ദൈവത്തിൻ്റെ ബുക്കിനകത്ത് ദൈവം എഴുതി വയ്ക്കും. ഈ ഭൂമിയിൽ മാത്രമല്ല ബുക്കും പേനയുള്ളത്, സ്വർഗത്തിലും ഒരു പുസ്തകമുണ്ട്. അവിടെ ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യം എഴുതി. ആരുടെയെങ്കിലും കണ്ണുനീർ തുടച്ചിട്ടുണ്ടോ? അത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം നിന്നെ നോക്കി പറയും, നീ എനിക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ദൈവവചനം കേട്ടപ്പോൾ അത് 100 പേർക്കോ ഒരാൾക്കോ 1000 പേർക്കോ അയച്ചു കൊടുക്കുമ്പോൾ ഇതേ വാക്ക് സ്വർഗം എന്നെ നോക്കി പറയില്ലേ, നീ ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ നിങ്ങളുടെ അയൽവാസികളെയോ പ്രിയപ്പെട്ടവരെയോ പ്രിയപ്പെട്ട ആരെയൊക്കെയോ ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഒരു ദിവസം അവിടെ കൗൺസിലിംഗ് ഉണ്ട്, നിങ്ങളൊന്ന് വന്ന് പ്രാർത്ഥിച്ച് എനിക്കിത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഒരാളെയും സ്വാധീനിച്ച് ഒരു ദിവസം വന്ന്. ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ ഇറങ്ങി അങ്ങ് പൊക്കോ. ഇഷ്ടമുണ്ടേ അവിടെ ഇരിക്കുക. നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ ചെയ്തോ. ഇവിടെ ആരെയും കെട്ടിയിട്ടിട്ടില്ല. ഇവിടെ എല്ലാ ഗേറ്റുകളും അടച്ചല്ല ഇട്ടിരിക്കുന്നത്, എല്ലാ വാതിലുകളും തുറന്നായിട്ടിരിക്കുന്നത്. ഏതു നിമിഷവും ഒരാൾക്ക് ഇറങ്ങിപ്പോകാം. ഏതു സമയത്തും നിങ്ങളുടെ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. താഴോട്ട് ഇറങ്ങിയാൽ ഇഷ്ടം പോലെ വാഹനങ്ങൾ എങ്ങോട്ടും പോകാം. ഏതു സമയത്തും നിങ്ങൾക്ക് പോകാം. ആരെയും ഇവിടെ പിടിച്ച് കസേരയെ കൂട്ടി കെട്ടിവെച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ചിലരെ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോൾ ഇതേ വാക്ക് സ്വർഗത്തിലെ യേശു ഇന്നും പറയും. ഏത് പറയും? നിങ്ങൾ, ഈ കുടുംബം, ഈ വ്യക്തി എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്യാനാ നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയുള്ളത്. ദൈവത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി 13ാമത്തെ വാക്യം. സത്യമായി. ഇനി അതിനകത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരോട് യേശു പറഞ്ഞൊരു നല്ല ഡയലോഗുണ്ട്. എന്നാ പറഞ്ഞറിയാവോ? നിങ്ങളാരും ഇവിടെ ഒഴിച്ച തൈലത്തെ ഓർത്ത് ടെൻഷൻ ആകണ്ട, എൻ്റെ ശവസംസ്കാരത്തിന് ചെലവഴിച്ചതായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ശവടക്കിന് ചെലവാക്കിയ പൈസയായിട്ട് കണ്ടാൽ മതി യേശു അവരോട് പറഞ്ഞു. അതാ 12ാമത്തെ വാക്യം. എന്നെ ശവടക്കാനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എൻ്റെ ശരീരത്തിൽ പൂശിയത്. അങ്ങനെ കരുതിയാൽ മതി എന്ന് പറഞ്ഞു. ഇനി 13ാമത്തെ വാക്യമോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി ശ്രദ്ധിക്കണം. ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ യേശു ആ വ്യക്തിയെക്കുറിച്ച് പറയുവാണ്, ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഈ സ്ത്രീ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. ലോകത്തിൽ അല്ലാതെ ഒരു ജില്ലയിലല്ല, ഒരു സംസ്ഥാനത്തല്ല, ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ലോകം ഓർക്കും. 2000 വർഷം മുമ്പ് നടന്ന കാര്യമാ. ഇന്നും ഞാനും നിങ്ങളും ഇത് ഓർക്കുന്നു. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്താൽ അത് ദൈവം എത്ര വിലയോടെ കാണുന്നേ നോക്കിക്കേ. നിങ്ങളിവിടെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്യണം. ദൈവത്തിന് വേണ്ടി ഒരാൾ മദ്യപാനത്തിലാണോ, ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുമ്പോൾ ദൈവത്തിന് വേണ്ടി നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഒരാൾക്ക് വേണ്ടി കരമുയർത്തുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പാട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ നിയോഗം എഴുതുമ്പോൾ, അല്ലെങ്കിൽ നിയോഗം വായിക്കുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ എനിക്കറിയാം ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തോണ്ടായിരിക്കുന്നത്. അത് സ്വർഗത്തിൽ അതിന് വിലയുണ്ട്. മനുഷ്യന്റെ സന്നിധിയിൽ വിലയുണ്ടോന്ന് അറിയത്തില്ല. മനുഷ്യൻ പറയും, എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്, എന്തിനാ ഇയാൾ പ്രസംഗിക്കുന്നത്, എന്തിനാ ഈ പാഴ്ചെലവ്, എന്തിനാ പള്ളി പോകുന്നത്, എന്തിനാ ഇങ്ങനെ പാട്ട് വെക്കുന്നത്, ഇത്രയും ഒച്ച ആവശ്യമുണ്ടോ, എന്തിനാ ഇതിൽ ഇത്രയും കറണ്ട് കളയേണ്ട കാര്യമുണ്ടോ, പകലെന്തിനാ ലൈറ്റ് ഇട്ടിരിക്കുന്നത്.
എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കും. ഇത് പാഴ്ചെലവല്ല, ഇത് അനുഗ്രഹമാണ്, ഇത് നഷ്ടമല്ല, ഇത് ലാഭമാണ്. വിശ്വസിക്കുന്നവർക്ക് ഇത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ ശിരസിൽ വെൺകൽ ഭരണിക്കകത്തുള്ള സുഗന്ധതൈലം മുഴുവൻ ഒഴിച്ചു. ഇനി ഈ വ്യക്തിയെ ദൈവം ഓർക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിച്ചേ. ലാസർ എന്ന പേരായ ഒരുവൻ രോഗബാധിതനായി. ശ്രദ്ധിച്ചോ, ഇത് നമ്മൾ മുമ്പേ വായിച്ചത് എവിടെയാണ്? 26-ാം അധ്യായത്തിലാണ്, മത്തായിയുടെ സുവിശേഷം ഇല്ലേ? ഇത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ചു വായിച്ചോ. ഇത് നിങ്ങൾ അനേകം പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ലാസർ എന്നു പേരായ ഒരുത്തൻ രോഗബാധിതനായി ഇവൻ മറിയത്തിന്റെയും അവളുടെ സഹോദരിയായ മാർത്തായുടെയും ഗ്രാമമായ ബഥാനിയ, നേരത്തെ പറഞ്ഞ അതേ സ്ഥലം ബഥാനിയ, അവിടെ അതേ വാക്ക് ബഥാനിയയിൽ നിന്നുള്ളവനാണ് ലാസർ. മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥാനിയായിൽ. ഇനി ശ്രദ്ധിച്ച് എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുമ്പോൾ പിടികിട്ടും. ഈ മറിയമാണ്, അവിടെ എഴുതിയിട്ടുണ്ട്, ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശിയത്. കുറേ നാളുകൾക്ക് മുമ്പ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശിയ വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി 11-ാം അധ്യായത്തിൽ യേശു വലിയൊരു അത്ഭുതം ചെയ്തു. എന്താ ചെയ്തത്? ലാസർ എന്ന വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്താൽ ആ വ്യക്തിയുടെ വീട്ടിൽ ദൈവം ഇറങ്ങി വന്ന ഒരു അത്ഭുതം ചെയ്തു. അതല്ല എഴുതിയിട്ടുണ്ട്. ഇത് ആരുടെ വീട്ടിലെ? ഈ ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് എഴുതിയിട്ടുണ്ട്, ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശിയത്. അപ്പോൾ ഇത് ഓർത്ത് സ്വർഗമോർത്തു, അതിന് പ്രതിഫലമുണ്ട്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്താൽ നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. വേറെ ആനകുതിര കാര്യം ഒന്നും ചെയ്യണ്ട. അത് അസൂയോടെ ചെയ്യരുത്, പല്ല് കടിച്ചോണ്ട് ചെയ്യരുത്, പിറുപിറുത്തോണ്ട് ചെയ്യരുത്, വെറുപ്പോടെ ചെയ്യുക. അതിനൊന്നും ഗുണമില്ല. ചില ആൾക്കാർ ഒത്തിരി നല്ല കാര്യം ചെയ്യുന്നുണ്ട്, മനസ്സ് ശുദ്ധമല്ല. മനസ്സ് മുഴുവൻ ദേഷ്യവും പല്ലും കടിച്ച് പിറുപിറുത്തോണ്ട് പ്രാഗിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയും, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല കാര്യം ചെയ്യുന്നുണ്ട്. അതൊന്നും നല്ലതായി സ്വർഗം അംഗീകരിക്കില്ല. അസൂയയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ, പല്ല് കടിക്കാതെ, പ്രാകാതെ, നല്ല മനസ്സോടെ ചെയ്യുന്നൊരു കാര്യം കണ്ടാൽ അറിയാം, ഇല്ലേ? ചില കാര്യങ്ങൾ ചിലർ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്തിലൊന്നും ഗുണമില്ല. എന്നിട്ട് അവർ വലിയ വർത്താനം പറയും, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ആരും എന്നെ കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അല്ല സുഹൃത്തെ, അത് ചെയ്യേണ്ട പോലെ ചെയ്താൽ അത് സ്വർഗവും അംഗീകരിക്കും, അത് മനുഷ്യനും അംഗീകരിക്കും. ചില ആളുകളുടെ ഉള്ളിൽ ഭയങ്കര വെറുപ്പുണ്ട്. അത് കുറേ നാളത്തെ വെറുപ്പും ദേഷ്യമൊക്കെയാ. അതവർ കളയത്തില്ല. ആ ദേഷ്യത്തിൽ നിന്നുകൊണ്ട് രാപകലില്ലാതെ പണിയെടുക്കും. പക്ഷെ അതൊരിക്കലും നന്മയായി മാറത്തില്ല. എന്നാൽ ചില ആളുകൾ നല്ല മനസ്സോടെ, നല്ല അസൂയയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ, വെറുപ്പില്ലാതെ, വിരോധമില്ലാതെ, പല്ല് കടിച്ചോണ്ടല്ലാതെ, പ്രാകാതെ, ശുദ്ധ മനസ്സോടെ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്താൽ സ്വർഗം ആ വ്യക്തിയെ അംഗീകരിക്കും. ആ വ്യക്തിയുടെ ഭവനത്തിൽ ഒരു ആവശ്യം വന്നാൽ ആരും ഇടപെടുന്നതിന് മുമ്പ് ആദ്യ ദൈവം ആ വ്യക്തിയുടെ കാര്യങ്ങളെ പരിഹരിച്ചു തന്നിരിക്കും. ഹല്ലേലൂയ. എവിടെ അത്ഭുതം നടന്നത്? ഈ മറിയത്തിന്റെ വീട്ടിലാണ്. ഏതത്ഭുതം നടന്നത്? മരിച്ചുപോയ ലാസറിനെ
യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഈ ഭവനത്തിലാണ്. നിങ്ങളുടെ വീട്ടിലും ദൈവത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്ത നിങ്ങളുടെ വീട്ടിൽ എൻ്റെ ഭവനത്തിൽ അത്ഭുതങ്ങളെ നടക്കും. എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നോർത്ത് ഭാരപ്പെടേണ്ട. എൻ്റെ കാര്യങ്ങളെ ദൈവം ഭംഗിയായി നടത്തി തരും. വിശ്വസിക്കുന്നു. എൻ്റെ കാര്യം എങ്ങനെ നടക്കും, എനിക്ക് വേണ്ടി ആര് സംസാരിക്കും, എനിക്ക് വേണ്ടി ആര് പറയും, എനിക്ക് വേണ്ടി ആര് ഇടപെടും, എൻ്റെ പിള്ളേരെ രക്ഷപ്പെടുത്താൻ ആരുമില്ലല്ലോ. ആരുമില്ലേലും ദൈവം തന്നെ നിനക്ക് വേണ്ടി മുമ്പിൽ നിന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവം നിനക്ക് വേണ്ടി സഹായങ്ങളെ നൽകും. ദൈവം ചില ദൂതന്മാരെ നിനക്ക് വേണ്ടി അയക്കും. നിനക്കൊരു കുറവും ഉണ്ടാവുകയില്ല, നിനക്കൊരു തിന്മയും വരികയില്ല, നിനക്കൊരു ദോഷവും വരത്തുമില്ല. ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ പല പ്രാവശ്യം വായിക്കുന്നതും ചിന്തിക്കുന്നതും ഉപകാരമാണ്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ അനുഗ്രഹങ്ങളും ഓരോ ജീവിതങ്ങളിൽ വരുമ്പോഴാണ് അത് കറക്റ്റാവുന്നത്. ഇപ്പം നിങ്ങളുടെ വീടിനൊക്കെ വാതിലുകളുണ്ട്. മിക്കവാറും അതിൻ്റെ ആശാരി അല്ലെങ്കിൽ ആ വാതിൽ സെറ്റ് ചെയ്ത ആളെ 4 വിജാഗിരി വെച്ചിട്ടുണ്ടാവും ആ വാതിലിൻ്റെ കട്ടളയിൽ. 1, 2, 3, 4. ആ വിജാഗിരി കറക്റ്റായിട്ടിരിക്കുമ്പോഴാണ് അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തോ, അതിൻ്റെ നട്ടും ബോൾട്ടും ഇളകിപ്പോയിന്നിരിക്കട്ടെ ഒരെണ്ണത്തിൻ്റെ, ആ വാതിലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് തുറക്കുമ്പോൾ തന്നെ ആ മുറി കിടക്കുന്ന എല്ലാവരെയും എഴുന്നേൽപ്പിക്കുന്ന ഒരു ശബ്ദം ഉണ്ടായിരിക്കും. നിങ്ങളത് സന്ധ്യയാകുമ്പോൾ അടയ്ക്കാൻ നോക്കുമ്പോൾ അടയാത്തത് കൊണ്ട് മിക്കവാറും ചാവിട്ടി കുത്തി അടയ്ക്കേണ്ടി വരും. തുറക്കാൻ വേണ്ടി ചിലപ്പോൾ വലിച്ച് തുറക്കേണ്ടി വരും. അതിൻ്റെ നട്ടും ബോൾട്ടും എല്ലാം ലൂസ്, അതിൻ്റെ ബാലൻസ് തെറ്റിക്കിടക്കുവാണ്. ജീവിതത്തിന് കൊണ്ട് ഒരു ബാലൻസ്, ഒരു ക്രമം, അത് തെറ്റിയാൽ ജീവിതത്തിൻ്റെ സ്മൂത്ത്നെസ് പോവും, ഭംഗിയായി കാര്യങ്ങൾ നടക്കത്തില്ല. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ചില ക്രമം തെറ്റിക്കിടപ്പുണ്ടോയെന്ന്, അതെല്ലാം ക്രമത്തിലാകട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ഇത്രയും വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ചില നന്മകൾ ഇന്ന് അനുഭവിക്കാൻ പറ്റണം. ചില അടയാളങ്ങൾ ഇന്ന് അനുഭവിക്കാൻ പറ്റണം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായം, ലാസറിൻ്റെ മരണം, ലാസർ ഉയർത്തെഴുന്നേറ്റു, ഇതൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ ആരുടെ സഹോദരിയാന്ന് എപ്പോഴാണ് ശ്രദ്ധിച്ചത്? ആ വ്യക്തി മറിയത്തിൻ്റെയും മർത്തായുടെയും സഹോദരനാണ്. ആരാണ് ഈ മറിയം? ഈ മറിയമാണ് യേശുവിന് വേണ്ടി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്തത്. നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കാരണം ഒരാൾ ചിരിക്കാനെങ്കിലും ഇട വന്നിട്ടുണ്ടോ? നിങ്ങൾ കാരണം ഒരാളുടെ ജീവിതം ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ കാരണം ഒരാൾ ദൈവത്തിലേക്ക് അടുത്തിട്ടുണ്ടോ? നിങ്ങൾ കാരണം ഒരാളുടെ നിരാശ മാറിയിട്ടുണ്ടോ? നിങ്ങൾ കാരണം ഒരാൾ ദൈവവചനം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കാരണം ഒരാൾ ദൈവത്തിലേക്ക്, ദൈവവചനം കേൾക്കുന്ന പാകത്തിന് വന്നിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരു നല്ല കാര്യമാണ്. ഈ ആലയം ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു നല്ല കാര്യമല്ല. ഇവിടെ ആളുകൾ എത്ര പൈസ തരുന്നു എന്നുള്ള കണക്കല്ല ഇവിടുത്തെ പ്രധാനം. ഇവിടെ എത്ര സ്തോത്രക്കാഴ്ചയിടുന്നു, ഇവിടെ എവിടെയൊക്കെയാണ് നേർച്ചപ്പെട്ടികൾ ഇരിക്കുന്നത്, ഇവിടെ എത്ര ഗൂഗിൾ പേ സംവിധാനമുണ്ടോ, ഇവിടെ അക്കൗണ്ട് നമ്പർ എവിടെയാണ്, ഇവിടെ ദശാംശം എവിടെയാകും, ഇതൊന്നും ഇവിടെ ക്ലാസ്സേ എടുക്കുന്നില്ല. ഇവിടെ ദശാംശത്തെക്കുറിച്ചോ സാമ്പത്തികത്തിനെ കുറിച്ചോ ഗൂഗിൾ പേയെക്കുറിച്ചോ ഒന്നും ഒരു ക്ലാസ് എടുക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കൽക്കുരിശിൽ ഒഴിക്കുന്ന എണ്ണയ്ക്ക് ഒരു കുപ്പിയിൽ 30 രൂപയാണ് വച്ചിരുന്നത്. പക്ഷേ ഇന്നത് 10 രൂപയാക്കി കുറയ്ക്കുക ചെയ്തത്. 35 രൂപയാക്കുമല്ല ചെയ്തത്. 20 രൂപയെ മാറ്റി അതൊരു 10 രൂപയാക്കിയാണ് കൊടുക്കുന്നത്.
അതിൻ്റെ പിന്നിൽ പോലും ഒരു ദൈവിക ആലോചനയുണ്ട്, ആമേൻ. ഒരു ദൈവാലോചനയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പണം സമ്പാദിക്കാനുള്ളൊരു മാർഗമായിട്ടല്ല പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ആമേൻ. പിന്നെയോ ഇത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു നല്ല കാര്യമായിട്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇവർ പ്രസംഗിക്കുന്നത്. നമ്മൾ ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് പാടി ആരാധിക്കണം, നന്നായിട്ടൊന്ന് ദൈവത്തെ സ്തുതിക്കണം. കാരണം ഇത് ഇച്ചിരി പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി എന്ന് എഴുതിയിട്ടില്ലേ? അപ്പോൾ നമ്മളോട് ചിലരൊക്കെ പറഞ്ഞിട്ടില്ലേ, നിനക്ക് ചില കുറവുണ്ട്, അതുകൊണ്ടാണ് നീ ആത്മീയമായി വളരാത്ത, നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നീ ശുശ്രൂഷയിൽ ശോഭിക്കാത്തത്, നിനക്കെന്തോ ഒരു കുറവുണ്ട്, അതുകൊണ്ടാണ് നീ രക്ഷപ്പെടാത്തത്. കുറവുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരു യേശുവിനെ ഈ അധ്യായത്തിൽ ഇന്ന് കണ്ടോ? ഹല്ലേലൂയ. കുറവുള്ള നിന്നെ മനുഷ്യൻ അകറ്റിക്കളയും. കുറവുള്ള നിന്നെ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കും, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കും, മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കും, അയൽവാസികൾ പിണങ്ങും, ശുശ്രൂഷകൾ നിർത്തും. അയാൾക്ക് ആ കുറവുണ്ട്, അയാൾക്ക് അങ്ങനെയാണ്. എല്ലാവരും വേഗത്തിൽ വേഗത്തിൽ ഉപേക്ഷിക്കും. ഇന്ന് കേട്ട വചനം കേട്ടോ, എത്ര കുറവുണ്ടായിട്ടും ചീഞ്ഞു നാറിയിട്ടും ഉപേക്ഷിക്കാത്തൊരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. ചീഞ്ഞു നാറുന്ന ശരീരമുള്ള ഒരാളാണ് കുഷ്ഠരോഗി. ദുർഗന്ധമുള്ള ഒരു വീടാണത്, ദുർഗന്ധമുള്ളൊരു വീട്. ശരീരം മുഴുവൻ ചീഞ്ഞ് അഴുക്കിൻ്റെ മണമുള്ളൊരു വീട്ടിൽ യേശു ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കുറവുള്ള ആളാണേലും, എത്ര ചീഞ്ഞുപോയ ആളാണേലും, ആരെല്ലാം ഉപേക്ഷിച്ച ആളാണേലും, എത്ര ചെളിയിൽ വീണ ആളാണേലും, എത്ര പരാജയപ്പെട്ടു പോയാലും യേശു നിന്നെ ഉപേക്ഷിക്കുകയില്ല, യേശു നിന്നെ കൈവിടുകയില്ല. ഇതിന്റെ പേരാണോ ദൈവത്തിന്റെ സ്നേഹം? ഹല്ലേലൂയ. അതുകൊണ്ട് ആ കരഹൃദയത്തോട് ചേർത്ത് വെച്ച്, അവിടെ ഒരു സ്ത്രീ വന്ന് ഒരു കുപ്പിക്കകത്ത് ഒരു കാക്കുപ്പി കൊണ്ടുവന്ന് കാലയിൽ ഒഴിച്ചു എന്നല്ല, ഒരു വെൺകൽഭരണി നിറയെ നല്ല കാശ് മുടക്കി, നല്ല പൈസ മുടക്കിയതാണ്. അതുകൊണ്ട് ആ ശിഷ്യന്മാർ പറഞ്ഞത്, എൻ്റെ സഹോദരി, ഇതാ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ നല്ല കാശ് കിട്ടുമായിരുന്നല്ലോ, ഇതെന്നിട്ട് പാവങ്ങൾക്ക് കൊടുത്തുകൂടായിരുന്നോ, വെറുതെ കൊണ്ട് ഇവിടെ കളഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചത്. യേശു പറഞ്ഞു, ഇത് വെറുതെ ആയില്ല, ഇത് വെറുതെ ആയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വെറുതെ ആകില്ല, നിങ്ങൾ ആരാധിക്കുന്ന ആരാധന വെറുതെ ആകില്ല, നിങ്ങൾ സ്തുതിക്കുന്ന സ്തുതി ആരാധനകൾ വെറുതെ ആകില്ല. നിങ്ങൾ വണ്ടിക്ക് കാശ് കൊടുത്ത് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ദൂരെ യാത്ര ചെയ്തത്, ഉറക്കം ഇല്ലാതെ യാത്ര ചെയ്ത് വന്നത്, ഇതൊന്നും വെറുതെ ആകത്തില്ലെന്നേ. ശിഷ്യന്മാര് പറഞ്ഞു, എന്തിനാ ഈ പാഴ്ചെലവ്? ഇത് പൈസ വെറുതെ കൊണ്ടേ കളഞ്ഞല്ലോ. ഇത് പൈസ കൊണ്ട് കുറെ കളയുന്നതല്ല, ഇതൊരു അനുഗ്രഹത്തിന്റെ വാതിലിനെയും അനുഗ്രഹത്തിന്റെ വഴികളെയുമാണ് ഇതിലൂടെ തുറന്നു കിട്ടാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുപോലെ കേട്ടെ, ദുർഗന്ധമുള്ള ഒരു ശരീരത്തിൽ ആ കുഷ്ഠരോഗിയായ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആ സ്ത്രീ ഒഴിച്ച തൈലം അത് കണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, പൈസ പോയി, വെറുതെ ചെലവാക്കി കളഞ്ഞു. യേശു പറഞ്ഞില്ല, പൈസ പോയി, നിനക്കത് വിറ്റുകൂടായിരുന്നോ, എന്തിനാ ഇത് ഒഴിച്ച് നിലത്ത് കളഞ്ഞത്? യേശു പറഞ്ഞത്, ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. എനിക്ക് ഈ അനുഗ്രഹയിൽ വചനം കേൾക്കുന്ന, ഈ നട്ടുച്ച സമയത്തോടടുക്കുമ്പോൾ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയാം. ദൈവം നിങ്ങളോട് പറയുന്നത് ഞാൻ പറയാം. യേശു എന്നാ പറയുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഈ വചനത്തിൽ നിന്ന് നിങ്ങളെ നോക്കി യേശു പറയും, നീ എനിക്കൊരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. നിങ്ങൾ വചനം കേൾക്കാൻ ഇവിടെ വന്നത്, നീ ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ഇത് മനുഷ്യന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ ദൈവത്തിന്റെ പുസ്തകത്തിൽ ആ രജിസ്റ്റർ ബുക്കിനകത്ത് ഇത് രജിസ്റ്റർ ആയിട്ടുണ്ട്. ആ കമ്പ്യൂട്ടറിൽ ഇത് സേവ് ആയിട്ടുണ്ട്, ഇത് റെക്കോർഡായിട്ടുണ്ട്. ഈ ചെയ്തതിനൊരു ഫലമുണ്ട്. ലാസർ എന്ന് പറയുന്നവൻ ചീഞ്ഞു നാറാൻ തുടങ്ങിയപ്പോൾ 4 ദിവസമായി ലാസറിൻ്റെ സഹോദരി പറഞ്ഞു, അയ്യോ കല്ല് മാറ്റല്ലേ, ഇപ്പോൾ ദുർഗന്ധമായിരിക്കും, ചീയാൻ തുടങ്ങിക്കാണും. എന്നാൽ
ആ സുഗന്ധ തൈലം ഒഴിച്ച ആ വ്യക്തിയെ പ്രതി ആ വ്യക്തിയുടെ സഹോദരൻ ചീഞ്ഞു പോകാൻ, ദുർഗന്ധമുണ്ടാകാൻ ദൈവം അനുവദിച്ചില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ എവിടെയും ഒരു ചീഞ്ഞു നാറലും ഉണ്ടാകാൻ ദൈവം സമ്മതിക്കില്ല. ഒരാളും ചീഞ്ഞു പോകാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ഭാവി ചീഞ്ഞു പോകാൻ സമ്മതിക്കില്ല. ഇതൊക്കെ വിശ്വസിക്കുന്നോ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? കുറച്ചെങ്കിലും ഒക്കെ ഇത് പിടികിട്ടുന്നോ? കുറച്ചെങ്കിലും ഒക്കെ നിങ്ങളുടെ അകത്തേക്ക് ഇത് ഒരു അനുഗ്രഹമായി വന്നോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. കണ്ണുകളൊന്ന് അടയ്ക്കുമോ? എന്നിട്ട് ഇത് പ്രാർത്ഥിച്ചു പറയട്ടെ. ഇത് പ്രാർത്ഥിച്ചു പറയട്ടെ. ഇത് പ്രാർത്ഥിച്ചു നിങ്ങളുടെ ചെവിയിലെത്തിക്കുമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കട്ടെ. എന്നാന്നറിയാമോ? ലാസർ മരിച്ച് 4 ദിവസമായി. ആ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. ആരെങ്കിലും മൂക്ക് പൊത്തിന്ന് എഴുതിയിട്ടുണ്ടോ? അയ്യോ, ദുർഗന്ധ കല്ല് മാറ്റിയപ്പോഴേക്കും ഞങ്ങളുടെ ചെവി, ഞങ്ങളുടെ മൂക്കടിച്ചു പോകുന്ന സ്മെല്ലായിരുന്നു. ആരും പറഞ്ഞോ? ആരും മൂക്ക് പൊത്തിന്ന് എഴുതിയിട്ടില്ല. ദൈവത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ ആരും നിന്നെ നോക്കി മൂക്ക് പൊത്താനോ കണ്ണു പൊത്താനോ അയ്യോ കട്ടവായി പോയെന്ന് പറയാനോ ഇടവരുത്തുകയില്ല. ആരും നിനക്ക് വേണ്ടി ഇറങ്ങി വന്നില്ലേലും ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്താൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കും. നിനക്ക് വേണ്ടി ദൈവം ആർക്കും ചെയ്തിട്ടില്ലാത്ത, ഇന്നുവരെയും ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ ആരംഭിക്കും. ദൈവം നിന്നെ സന്ദർശിക്കും. ദൈവം നിന്റെ കുടുംബത്തിൽ സന്ദർശനം നടത്തും. ദൈവം നിന്റെ ജീവിതത്തിൽ സന്ദർശിക്കും. എത്ര കുറവുണ്ടെങ്കിലും ദൈവം നിന്നെ മാറ്റി നിർത്തുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് പറയുവാണ്, പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് മറിയം എന്ന വ്യക്തി സുഗന്ധ തൈലം ഒഴിച്ചത് വെറുതെയായോ? ശിഷ്യന്മാർ പറഞ്ഞു പൈസ പോയി, പാഴ്ചെലവ്, നഷ്ടക്കച്ചവടം, മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കത്തില്ലായിരുന്നോ സുഹൃത്തെ? പൈസ കിട്ടുമായിരുന്നല്ലോ, നല്ല കാശ് കിട്ടുമായിരുന്നല്ലോ. ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യായിരുന്നു? 10 കാശുണ്ടാക്കുന്ന പണിക്ക് പോകാമായിരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ബിസിനസ് നടത്തായിരുന്നു. ഒരു യാത്ര പോകാനുണ്ടായിരുന്നു. ഒരാളോട് ബിസിനസ്സിൽ ഒരു കൂടിക്കാഴ്ച പറഞ്ഞതാ. ഇത് നഷ്ടമല്ല കേട്ടോ, ഇത് പാഴ്ചെലവല്ല. ആ ട്രെയിനിൽ കാശ് മുടക്കിയത്, ആ വണ്ടിക്ക് കാശ് മുടക്കിയത്, ആ ടാക്സി വിളിച്ചു വന്നത്, റൂം എടുത്തു വന്നത് ഒരു നഷ്ട കച്ചവടമല്ല. നിന്റെ ഭവനത്തിൽ ചില അനുഗ്രഹങ്ങൾ വെളിപ്പെടും, ചില അത്ഭുതങ്ങൾ വെളിപ്പെടും. വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി കണ്ണുകൾ അടച്ചൊരു നിമിഷം നിന്നേ. എന്നിട്ട് നിങ്ങളൊന്ന് ആഗ്രഹിച്ച് ഈ കരം ഉയർത്തി നിൽക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് പല്ല് കടിച്ചോണ്ടും പിറുപിറുത്തോണ്ടും ശപിച്ചോണ്ടും പ്രാഗിക്കൊണ്ടും മുഖം കനപ്പിച്ചോണ്ടും മനസ്സിനകത്ത് അസൂയ വച്ചോണ്ടും പിറുപിറുപ്പ് വച്ചോണ്ടും സംശയം വച്ചോണ്ടും ആയിരിക്കരുത്. നല്ല മനസ്സോടെയാണോ കുഞ്ഞെ ചെയ്തത്? നല്ല സംശുദ്ധമായൊരു മനസ്സോടെയാണോ ചെയ്തത്? നിന്റെ മുഖത്തു നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും നീ നല്ല മനസ്സോടെ അത് ചെയ്തതെന്ന്. അല്ലാതെ പല്ലും കടിച്ച് ഭ്രാഗിക്കൊണ്ട് മുഖം കൂർപ്പിച്ച് ചെയ്താൽ അത് സ്വർഗം അംഗീകരിക്കത്തില്ല. എന്നാൽ നല്ല മനസ്സോടെ ചെയ്താൽ സ്വർഗത്തിന്റെ രജിസ്റ്ററിനകത്ത് അത് രജിസ്റ്റർ ആകും. അത് നിനക്ക് തക്കതായ ഒരു അനുഗ്രഹമായി അത് മാറും. ഒന്ന് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ജീസസ്. സ്തുതിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമം. ഒന്ന് കരമടിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് പാടുമോ? യേശു നല്ലവൻ, ചേർന്ന് പാടി. അവന്റെയോ ഒരുമിച്ച്. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവന്റെയോ എന്നുമുള്ളവൻ. അതുകൊണ്ട് വെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ആമേൻ, ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും കരങ്ങളടിച്ച് സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്.
എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു ഒന്ന് ചേർന്ന് പാടി നോക്കുമോ? എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. പിന്നെയോ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. പറഞ്ഞ്, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ കരമുയർത്തി തന്നെ. വീശി ഓ, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ, 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 മഹത്വവും ഞാൻ കരങ്ങൾ താഴ്ത്തിയ സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ. അവനെങ്കിലേക്കു ചാഞ്ഞു കേട്ടല്ലോ. പാടുമോ? ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ. അവനെങ്കിലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമാ നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ കരമുയർത്തി വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങൾ ഈ വചനം കേൾക്കുമ്പം ഈ വചനത്തെ ഒന്ന് സത്യത്തിലൊന്ന് മനസ്സിലാക്കുക. ഒറ്റ മിനിറ്റ്. ആ സ്ത്രീ ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലമെടുത്തപ്പം ചിന്തിച്ചില്ല ഇത്രയൊക്കെ വേണോ, കുറച്ചതിനെടുത്ത് ഒടിച്ചാൽ പോരെ, ഇത്രയും കാശ് കളയണമെന്നൊക്കെ ചിന്തിച്ചില്ല. അവിടെ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കിയില്ല. അത് നല്ല മനസ്സോടെ ചെയ്തപ്പം ആ വ്യക്തിയുടെ ഭവനത്തിൽ ചീഞ്ഞു നാറിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പം കൃത്യമായി ദൈവം ഇടപെട്ടു. ആ ഭവനത്തിനകത്ത് ഒരു ദുർഗന്ധം ഉണ്ടാകാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്താൽ നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ഭാവിയിൽ ഒരു ദുർഗന്ധം ഉണ്ടാകാൻ ദൈവം അനുവദിക്കില്ല. മറിച്ച് അവിടെ ദൈവീകമായൊരു സുഗന്ധം എന്നും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഒന്നിരിക്കാം. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ട ഒരു വചനം ഒരു ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തപ്പം കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ഞാൻ ഒരു കാര്യം കൂടി ഇതിൻ്റെ ചുവട് പിടിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളോട് പറയുന്നത്, നമുക്കൊരാളിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹത്തിന് ഒരു വിലയുണ്ട്. ഒരു ബ്ലെസ്സിങ്ങിന് അല്ലെ ഒരു അനുഗ്രഹത്തിന് വിലയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? ചില മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. എവിടുന്നേലും കിട്ടുന്നതല്ല. ദൈവനാമത്തിൽ സത്യസന്ധമായി നിൽക്കുന്ന ഒരാളുടെ അനുഗ്രഹം എന്നെ വിജയിപ്പിക്കും, എന്നെ രക്ഷപ്പെടുത്തും, എൻ്റെ ലൈഫ് മൊത്തം മാറും. അങ്ങനെ കിട്ടിയ ഒരു അനുഗ്രഹമാണ് എനിക്കിന്നിവിടെ നിൽക്കാൻ കഴിയുന്നത്. ദൈവനാമത്തിൽ നിൽക്കുന്നൊരു മനുഷ്യനിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹവും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജും, ഒരു സന്ദേശം എന്നെ അത്ഭുതപ്പെടുത്തിയത്, ആ മെസ്സേജ് പറഞ്ഞ വ്യക്തി ഇപ്പോൾ ഏകദേശം, ഞാൻ ഇന്നലെ പറഞ്ഞ വർഷം തെറ്റാണ്, ഞാനത് കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം 16 വർഷം മുമ്പ് പറഞ്ഞ മെസ്സേജാണ്. ഏകദേശം 16 വർഷം മുമ്പ് ഈ പറഞ്ഞ വ്യക്തി, 16 വർഷം മുമ്പ് പറഞ്ഞ വ്യക്തി ഇന്നും അതോർത്തിരിക്കും ആ മെസ്സേജ്. ഞാൻ എറണാകുളം
കാഞ്ഞൂർ പള്ളിയിൽ ധ്യാനത്തിന് പോയി. അവിടെ പോയപ്പോൾ എൻ്റെ കൂടെ ബാംഗ്ലൂർ പഠിച്ച ഒരച്ഛനെ കാണാൻ വേണ്ടി ഞങ്ങൾ 3-4 പേര് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന അച്ഛൻ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഈ അച്ഛനുണ്ട്, നിനക്ക് സമയമുണ്ടെങ്കിൽ നീ ആ വ്യക്തിയെ പോയി കണ്ടൊരു അനുഗ്രഹം മേടിച്ചോ എന്നോട് പറഞ്ഞു. എൻ്റെ കൂടെ പഠിച്ചയാളാണ്, വൈദികനാണ്, പക്ഷെ ധ്യാനിപ്പിക്കുന്നതോ കൗൺസിലിങ്ങോ അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഈവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. പിറ്റേ ദിവസം തന്നെ ഞങ്ങളൊരു വാഹനത്തിനകത്ത്, ഇപ്പോൾ പാട്ട് പാടുന്ന ആളുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ, ഈ തങ്കച്ചൻ ബ്രദറുണ്ട്, ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 6 പേര്. ഞങ്ങൾ 5-6 പേര് ഞങ്ങൾ ആ സ്ഥലത്ത് പോയി. അപ്പോൾ അച്ഛനവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. കുറേ നേരം വെയിറ്റ് ചെയ്ത് 1 മണിക്കൂറിലധികം 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ് അച്ഛൻ റൂമിലേക്ക് പോയി. റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഞങ്ങൾ ചെന്നത്. കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മുട്ടിൽ നിൽക്കുക, അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കണം. തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾ നിന്നു. അപ്പോൾ അച്ഛൻ എല്ലാവരോടുമായി 16 വർഷം മുമ്പോ 17 വർഷം മുമ്പോ പറഞ്ഞ മെസ്സേജ് അച്ഛൻ പറയുക. അച്ഛൻ എന്നോട് എല്ലാവരോടും പറഞ്ഞു, എന്നെക്കുറിച്ച് പണ്ടേ ഞാനൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, നീ ഇന്നതുപോലെ പ്രസംഗിക്കും, ഇന്നതുപോലെ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുമെന്ന് 16-17 വർഷം മുമ്പ് അച്ഛൻ എൻ്റെ തലേ കൈവച്ച് പറഞ്ഞ മെസ്സേജാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടന്നത്. അന്ന് ഇതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്ന ഒന്നല്ല. ഹല്ലേലൂയ. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ തന്നെ സഭയിലെ ജോർജ് ജേക്കബ് പൂതുക്കുഴി എന്ന് പറയുന്നൊരു അച്ഛനാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് പരിചയമുണ്ടാകും. ആ അച്ഛൻ അടുത്ത വെള്ളിയാഴ്ച ഈ ശുശ്രൂഷ ഇവിടെ നടത്തുക. അടുത്ത വെള്ളിയാഴ്ച അച്ഛൻ ആ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് അച്ഛൻ്റെ ഒരു അനുഗ്രഹം ഈ ആലയത്തിൽ വേണം, അച്ഛൻ്റെ ഒരു ആശീർവാദം. നമ്മൾ ചില മനുഷ്യരുടെ അനുഗ്രഹമാണ് നമ്മളാക്കുന്നത്. ചില ദൈവ മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്നത്. എല്ലാവരുമല്ല, എല്ലാവരുടെയും കൈ തലയെ വപ്പിക്കരുത്. എല്ലാവരും തലേ കൈ വെച്ച് പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ദൈവനാമത്തിൽ നിൽക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും, ഈ മനുഷ്യൻ എൻ്റെ തലേ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നൊരു വ്യക്തിയുടെ അനുഗ്രഹം മേടിച്ചെടുത്തോണം. ഇന്നയാളെന്ന് ഞാൻ പറയില്ല, നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിക്കും, ആ മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥന വേണം. ആ മനുഷ്യൻ്റെ എന്ത് തിരക്കുണ്ടേലും, എത്ര ദൂരമായാലും, എത്ര ക്ഷീണമായാലും അതവിടെ ചെന്നത് മേടിച്ചെടുക്കുന്നത് ഒരനുഗ്രഹം, ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ. അത് ബാങ്കിൽ കൊണ്ട് 1 കോടി രൂപ ഫിക്സഡായിട്ട് ഇട്ട പോലത്തെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റാണ് ലൈഫിൽ. ദൈവം മനുഷ്യൻ്റെ അനുഗ്രഹമാണ് നമ്മളെ ജീവിതത്തെ വഴി തിരിച്ചു വിടുന്നത്. എല്ലാവരുടെയും ഞാൻ പറയില്ല, എല്ലാവരുടേതും പറയില്ല. പക്ഷെ ചില സത്യസന്ധമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ചില മനുഷ്യർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവർ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്. അവരുടെ പേരും പ്രശസ്തിയോ അവർ വലിയ ആളാകാനോ ഒന്നും നിൽക്കുന്നവരല്ല. ഞാനീ പറഞ്ഞ അച്ഛനൊക്കെ അങ്ങനെയാണ്. സത്യസന്ധമായി ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പാടുകയും പ്രസംഗിച്ച് ചെയ്ത ആളാണ്. അങ്ങനെയുള്ള ദൈവ മനുഷ്യരുടെ അനുഗ്രഹം നിങ്ങളുടെ വീടിനെ അനുഗ്രഹമാക്കി മാറ്റും. ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ ആ ഭവനത്തിൽ ഒരു കസേര മാറ്റിവെച്ചിരിക്കുന്നു. ആ കസേര അവിടെ അവർക്ക് ഇതുപോലൊരു ദൈവ മനുഷ്യനായ ഒരു വൈദികൻ വന്ന് പ്രാർത്ഥിച്ച് ആ കസേര വേറെ ആരും ഇരുത്തില്ല. ആ കസേര അവരുടെ പ്രെയർ റൂമിലൊരു ടർക്കി ഇട്ടിട്ട് ആ കസേരയിൽ വേറെ ആരെയും അവരിരുത്തില്ല. അവർ പറയുക, ഇതിൽ ദൈവം വന്നിരുന്നത് പോലെ ഒരു മനുഷ്യൻ വന്നിരുന്ന് പ്രാർത്ഥിച്ചു പോയതാ, അവിടെ ഞങ്ങൾ പിള്ളേരെ പോലും ഇരുത്തില്ല. അത് അവർ ദൈവീക കാര്യങ്ങൾക്ക് കൊടുക്കുന്ന വിലയാണ്, പ്രാധാന്യമാണ്.
ചില ദൈവനാമത്തിൽ നിൽക്കുന്നവർ നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അത് അനുഗ്രഹമാണ്. ചില ദൈവ മനുഷ്യർ നമ്മുടെ കയ്യേൽ ഇങ്ങനെ പിടിച്ച് 1 മിനിറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരു ശക്തി നമ്മുടെ കയ്യെ കൂടെ നമ്മുടെ ചങ്കിനകത്ത് നിറയും. ചില ദൈവ മനുഷ്യർ നമ്മുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറി വരും, തിരിഞ്ഞു വരും. ചില മനുഷ്യരെ കണ്ടുമുട്ടിയത് ഭാഗ്യമാണ്. അവരില്ലായിരുന്നേ നമ്മൾ തകർന്നു പോയര്. ചില മനുഷ്യരെ നമ്മൾ യാദൃശ്ചികമായി കണ്ടുമുട്ടിയില്ലേ, അവർ കൂടപ്പിറപ്പിനേക്കാൾ വിലയുള്ളവരാണ്. അവർ കൂടപ്പിറപ്പിനേക്കാൾ ഭയങ്കരമാണ്. അവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജീവിതം വല്ലോ ഡിപ്രഷനിലോ വല്ല വട്ടുപിടിച്ച് പോയേനെ. അത് ദൈവം നമുക്ക് വേണ്ടി കൊണ്ടുവരുന്ന ചില മനുഷ്യന്മാരാണ്. ദൈവമായിട്ട് നമ്മുടെ അടുത്തെത്തിച്ച ചില മനുഷ്യരുണ്ട്. ചിലർ അതാരുമാകാം, അവരാ നമ്മുടെ ജീവിതത്തെ ഒരു ആനന്ദമാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾക്ക് നേരെ ഒരനുഗ്രഹം കിട്ടുമ്പം അത് ഉറപ്പായും സക്സസ് ആവും. വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ പ്രസംഗിച്ചു, എങ്കിലും ഒരിക്കൽ കൂടി നിങ്ങൾ പിണങ്ങരുത്. ആ കാര്യം വേഗത്തിൽ ഞാൻ പറയാം കേൾക്കാത്തവർക്ക് വേണ്ടി. 1 സാമുവേലിൻ്റെ പുസ്തകം 15-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കുകയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 15 മുതൽ. ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു അങ്ങനെയല്ല. അങ്ങനെ ഇത് ഹന്നായുടെ പ്രാർത്ഥനയാണ്. ഹന്ന ഇതിനു മുമ്പ് 1500 പ്രാവശ്യം ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് നേരെയും പ്രാർത്ഥിച്ച വ്യക്തിക്ക് നേരെയും ഒരു ദൈവ മനുഷ്യൻ്റെ ആശീർവാദം കിട്ടിയപ്പോൾ ഉള്ള ഗുണമാണ് പറയാൻ പോകുന്നത്. ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ്. ഞാൻ വളരെയേറെ മനോവിഷമം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് ഒത്തിരി ടെൻഷനുണ്ട്. ആരോട് പറഞ്ഞു? പള്ളിയിലെ പ്രീസ്റ്റിനോട് പറയുവാണ്. ഏലി പുരോഹിതനോട് പറയാണ്, ഹലോ പ്രിയപ്പെട്ട അച്ചോ, എനിക്ക് ഒത്തിരി ടെൻഷനുള്ള ആളാണ്. എൻ്റെ മനസ്സിനകത്ത് മുഴുവൻ മനോവേദനയാണ്. ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ് എന്ത്? മനോവേദന. ചില ആളുകൾ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയത് എന്തിനാണ്? അവരുടെ മനോവേദന നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ധൈര്യമാണ്, ഓടുന്ന സ്പീഡിൽ വരുന്ന ട്രെയിനിൻ്റെ മുമ്പിലോട്ട് ചാടുന്നു. ചില ആളുകൾ അമ്മയും കുഞ്ഞും പാലത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തിയാടി. എന്തിനാ എടുത്തിയാടി? നമ്മൾ ചോദിക്കും, എന്തിനാ എടുത്തിയാടിയത്? ഇവർക്ക് അവിടെ ജീവിച്ചുകൂടായിരുന്നോ? ചില സമയത്ത് നമുക്ക് അനുഭവിക്കുന്ന മനോവേദന, എന്തിനാ വിഷമെടുത്ത് കുടിച്ചത്, എന്തിനാ കയറെ കെട്ടി തൂങ്ങിയത്, കഷ്ടമായിപ്പോയി. ചില സമയത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വേദനയാണ് മനോവേദന. ചില ആളുകൾ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയത്, ചിലർ വിഷം കുടിച്ചത്, ചിലർ കയറിൽ കെട്ടിത്തൂങ്ങിയത്, ചിലർ അപകടത്തിൽ ചെന്ന് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത്. ഈ ഒരൊറ്റ വേദന, മനോവേദന. പുറമേ നോക്കുന്ന ആർക്കും ഇത് പിടികിട്ടത്തില്ല. ഇത് ഓരോരുത്തരും വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു വേദനയാണ് മനോവേദന. ചിലർക്ക് മനോവേദന കൂടിയ ഡിപ്രഷൻ, മനസ്സ് തകർന്നു പോകും, കൈവിട്ടു പോകും. ഇങ്ങനെ ഒരാളാണ് ഈ ഹന്ന. എന്നിട്ട് ഈ ഹന്ന എവിടെ ചെന്നു എന്നറിയാമോ? വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. 17-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ ഈ ഹന്ന ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. നിയോഗമുള്ള ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണം. അനുഗ്രഹമാണ്. ഹന്ന വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു എന്നാണോ? അല്ല, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അന്ന് വരെ കിട്ടാത്തൊരു ബ്ലെസ്സിങ് ഒരു ദൈവ നിയോഗമുള്ള ഒരു ദൈവ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അതാണ് 17-ാമത്തെ വാക്യം. അപ്പോൾ ഏലി പറഞ്ഞു. അപ്പോൾ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ അവിടുത്തെ പ്രീസ്റ്റ്, പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു, സമാധാനമായി പോകുക. ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക് പറഞ്ഞു. ഹന്നായോട് പറഞ്ഞു, സഹോദരി സമാധാനമായി പോവുക. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ഒറ്റ അനുഗ്രഹമേ പറഞ്ഞോളൂ, നിന്റെ പ്രാർത്ഥന ദൈവം സാധിച്ചു തരട്ടെ. അതായത് അന്ന് വരെ കിട്ടാത്തൊരനുഗ്രഹം ഒരു ദൈവ മനുഷ്യരിൽ നിന്ന്
ആർക്ക് കിട്ടി? ഹന്നായിക്ക് കിട്ടി. 18-ാമത്തെ വാക്യം, അവൾ തിരിച്ചു പറഞ്ഞു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം, ദൈവ മനുഷ്യന്റെ കൃപാകടാക്ഷം നിനക്ക് വേണം, എനിക്ക് വേണം. ദൈവ മനുഷ്യരുടെ കൃപാകടാക്ഷം, അത് അനുഗ്രഹിച്ചുള്ള വാക്ക്. ഇനി അടുത്ത വാക്ക്, അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു, പിന്നീടൊരിക്കലും അവളുടെ ഇത് ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താം. പിന്നെ ഒരു ദൈവ മനുഷ്യന്റെ ഒരനുഗ്രഹം കിട്ടിയ അന്ന് മുതൽ പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ല, നിരാശപ്പെട്ടിട്ടില്ല. ഒരു ദൈവ മനുഷ്യരിൽ നിന്ന് ലഭിച്ച അനുഗ്രഹത്തിന്റെ വിലയാണത്. ഹല്ലേലൂയ. ഇത് പ്രസംഗിക്കുന്നത് ഇവിടെ എന്തിനാ ഇങ്ങനെ പാത്രമൊക്കെ വെച്ച് അത് നിയോഗം എഴുതിയിടുന്നത്? പ്രാർത്ഥിക്കുന്ന അനേകം ദൈവ മനുഷ്യർ ഇവിടെയുണ്ട്. ഒരാളല്ല, കൗൺസിലിംഗ് നടത്തുന്നവർ, ശുശ്രൂഷ ചെയ്യുന്നവർ, പ്രാർത്ഥനയിട്ടവർ, പ്രാർത്ഥനയുള്ള ദൈവ മനുഷ്യരുടെ പ്രാർത്ഥന കിട്ടുമ്പോൾ അത് വഴിത്തിരിവിനും അനുഗ്രഹത്തിനും വിജയത്തിനും സൗഖ്യത്തിനും കാരണമാകും. ഒരു കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ദൈവ മനുഷ്യനിൽ നിന്ന് ഒരു അനുഗ്രഹം കിട്ടിയിട്ട് ഹന്ന പിന്നീട് പറഞ്ഞത് ഒരു സാക്ഷ്യമാണ്. നമുക്കും ഒരു നിമിഷം ഈ കാര്യങ്ങളെ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. മടുപ്പില്ലെങ്കിൽ, എഴുന്നേക്കാൻ നിങ്ങളുടെ മനസ്സ് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഇനി അല്ല, ക്ഷീണമുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് എഴുന്നേറ്റത് വീണ്ടും എഴുന്നേൽപ്പിക്കുവാണോ എന്ന് നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ഹന്ന ഇതിനു മുമ്പ് 1500 പ്രാവശ്യം പ്രാർത്ഥിച്ച് കാണും ഒരു കുഞ്ഞിന് വേണ്ടി. അന്നൊന്നും ആ പ്രാർത്ഥനയ്ക്ക് നേരെ ഒരു ദൈവ മനുഷ്യൻ്റെ ആശീർവാദം കിട്ടിയില്ല. എന്നാൽ ഇന്ന് പ്രാർത്ഥിച്ചപ്പം ആ പള്ളിയിൽ ആ പുരോഹിതനുണ്ടായിരുന്നു. ഈ പ്രാർത്ഥന കേട്ട് ആ പുരോഹിതൻ ആദ്യം ഇച്ചിരി വഴക്കൊക്കെ പറഞ്ഞുവെങ്കിലും പിന്നീട് പ്രാർത്ഥനയെയും പ്രാർത്ഥിച്ച വ്യക്തിയെയും അനുഗ്രഹിച്ചു. നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ല. ഒരു ദൈവ മനുഷ്യന്റെ ആശീർവാദം കിട്ടിയാൽ അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയാണ്. ചിലപ്പോൾ ദൈവ മനുഷ്യർ നിന്റെ മാതാവാകാം, പിതാവാകാം, പഠിപ്പിച്ച അധ്യാപകനാകാം, പള്ളിയിലെ ഒരു പുരോഹിതനാകാം, ഒരു ശുശ്രൂഷകനാകാം, ഒരു ദൈവനാമത്തിൽ നിൽക്കുന്ന ആരുമാകട്ടെ, അവരുടെ അനുഗ്രഹം നിന്നെ തളർത്തുകയല്ല, വളർത്തുക ചെയ്യും. കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച്, എവിടെയാണ് നിങ്ങൾക്കൊരു അനുഗ്രഹം വേണ്ടത്? കർത്താവേ, ഇന്ന് ഈ ജനത്തിനു വേണ്ടി ഞങ്ങൾ ഒന്നിച്ചനുഗ്രഹിക്കുകയാണ്, ഒന്നിച്ചനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും സദാസമയം ജാഗരൂകതയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊരു അത്ഭുതത്തിൻ്റെ തുടക്കമാണ്. ചില വിജയങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്, ചില മനുഷ്യരുടെ രണ്ടാം ജന്മം ഇവിടുന്ന് ആരംഭിക്കുന്നത്. ചിലർ പറയില്ലേ, അപകടത്തിൽ ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നു ഫാദർ, ഇതെൻ്റെ രണ്ടാം ജന്മമാ എന്നൊക്കെ പറയില്ലേ. ശരിക്കും രണ്ടാം ജന്മം എന്നുള്ള വാക്കൊന്നും പറയാൻ പറ്റുന്ന വാക്കാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു ഒരു വാക്ക് പറയുക, ചില മനുഷ്യർ വീണ്ടും ജീവിതം തുടങ്ങുന്നത് ഒരു രണ്ടാം ജന്മം പോലെ ജീവിച്ചു തുടങ്ങുന്നത് ഇവിടെ വച്ചാണ്, ഈ പ്രാർത്ഥന കൊണ്ടാണ്. ചിലരുടെ വിജയം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്, ചിലരുടെ ജീവിതത്തിന് വഴിത്തിരിവാകുന്നത് ഇവിടെ നിന്നാണ്. ചില ജീവിതങ്ങളെ ദൈവം ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്. കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ, എഴുതിയിട്ട പ്രാർത്ഥനകൾ, എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം ഒന്നോർത്തെ. പുരോഹിതൻ, ഏലി പുരോഹിതൻ ആരുമല്ല, ഏതുമല്ല, ഒന്നുമല്ല. പക്ഷെ ആ ദൈവ മനുഷ്യനിൽ നിന്ന് കിട്ടിയ ഒരൊറ്റ ആശീർവാദം പിന്നീടൊരിക്കലും അവളുടെ മുഖം ദുഃഖമായിട്ടില്ല. പിന്നീടൊരിക്കലും അവൾ കരയേണ്ടി വന്നിട്ടില്ല. പിന്നീട് അവൾ പള്ളിയിൽ വന്ന് സന്തോഷത്തോടെ ഒരു സാക്ഷ്യമാ പറഞ്ഞത്. രണ്ട് കരങ്ങളെയും ഒന്ന് കണ്ണുകളടച്ച് ഉയർത്തിപ്പിടിക്കുമോ? നിങ്ങളുടെ നേരെ നിൽക്കുന്ന ഒരു കുടുംബ പ്രാർത്ഥനയിൽ നിൽക്കുന്ന പോലെ ഒരു മനസ്സോടെ നിൽക്കുമ്പോൾ ഇതാ ഒരു ദൈവ നിയോഗമുള്ള മനുഷ്യൻ എന്ന നിലയിൽ, ദൈവനാമത്തിൽ നിൽക്കുന്ന ഒരുവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ
അനുഗ്രഹിച്ച് പറയുന്നു. ഞാനും നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ കൃപാ കടാക്ഷം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ ഇവിടെ നിൽക്കുന്നത് ദൈവനാമത്തിൽ നിൽക്കുന്ന ഒരുവന്റെ അനുഗ്രഹം കൊണ്ടാണ്. ദൈവ നിയോഗമുള്ള ഒരു മനുഷ്യന്റെ അനുഗ്രഹമാണ് എന്നെ ഞാൻ ആക്കിയത്, എന്നെ വളർത്തിയത്. ഒന്ന് ശബ്ദമുയർത്തി വിളിച്ച് ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ 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 ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാമോ? മടുപ്പു തോന്നാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ചേർന്ന് പറയുമോ? മടുപ്പു കൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും. രോഗിക്ക് സൗഖ്യമാണ്. എല്ലാവരും ചേർന്ന് നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും. രോഗിക്ക് കരമുയർത്തിയടിച്ചോ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ. നല്ലവൻ അവൻ വല്ലഭൻ. ചേർന്ന് പറയൂ, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ. നല്ലവൻ അവൻ വല്ല. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. കരങ്ങൾ താഴ്ത്തി അടിച്ച് ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ശതപാടി ആരാധിക്കുമ്പോൾ വിടുതൽ. ആമേൻ. ആരാധിക്കുമ്പോൾ സൗഖ്യം. ആത്മാവിൻ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൻ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിടും. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ. നല്ലവൻ അവൻ വല്ലഭൻ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ. നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. കണ്ണുകളടച്ച് ഇന്ന് കേട്ട ഓരോ വചനവും നിങ്ങളുടെ ജീവിതത്തിനകത്തൊരനുഗ്രഹമായി സുഗന്ധ തൈലത്തിൻ്റെ പരിമളം പോലെ അതൊരു പരിമളമായി മാറട്ടെ. ഇത് പാഴ്ചെലവല്ല, ഇതൊരു നഷ്ടമല്ല, ഇത് വെറുതെയായി എന്നൊന്നും പറയില്ല. ഇതിനെണ്ണി എണ്ണി പറയുവാൻ കൊടുത്ത കാര്യത്തിന് തിരിച്ച് 4 ഇരട്ടി പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കാരണം നമ്മൾ സമയം മാറ്റിവെച്ചത് ദൈവീകമായൊരു കാര്യത്തിനാണ്. നമ്മൾ എങ്ങോട്ടാണ് വന്നത്? ദൈവീക കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നൊരു സ്ഥലത്താണ് ചെന്ന് വന്നത്. അതെല്ലാം അനുഗ്രഹമാണ്. ഇതൊരു നഷ്ടമല്ല, ഇതൊരു പാഴ്ചെലവല്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ.